നമസ്കാരം, ഏവർക്കും മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രാഹുൽ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CSEBയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ ഡിസ്കഷൻസുമാണ്. മാസ്റ്റർ കി അക്കാഡമി ഒരു സീരീസ് തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിൻ്റെ ഒരു PYQ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പോകുന്നത് എന്താണ്? PYQവിൻ്റെ സെക്കൻഡ് പാർട്ടിലോട്ടാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പാസീവ് വോയിസിൽ നിന്ന് വന്നിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇനി കിടക്കുന്നത്. നോക്കുക, ഐഡന്റിഫൈ ദ കറക്റ്റ് പാസീവ് ഫോം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: The people were helping the wounded woman. Option A, the wounded woman is helped by the people. Option B, the wounded woman was helped by the people. Option C, the wounded woman was being helped by the people. Option C, the wounded woman has been helped by the people. Answer option C ആണ്. The wounded woman was being helped by the people. അപ്പം നിങ്ങൾ നോക്കുക, ഇത് പാസീവ് വോയിസ് ആണ്. വളരെ വലിയൊരു ടോപ്പിക്കാണ് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. നമുക്കിവിടെ ഒരു ആക്റ്റീവ് വോയിസ് തന്നിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ എന്താണ് പാസീവ് വോയിസ് ആണ് എഴുതേണ്ടുന്നത്. അപ്പം നിങ്ങൾ നോക്കേ, ഒന്നാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ നോക്കേണ്ടുന്നത് ഈ തന്നിരിക്കുന്ന സെൻറ്റൻസ് അത് ഏതിൻ്റെ ആക്റ്റീവ് വോയിസ് ആണ് എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു സെൻറ്റൻസ് ഏതിൻ്റെ ആക്റ്റീവ് വോയിസ് ആകുന്നു? നമുക്ക് നോക്കാം ഏതാണെന്ന്. ദ പീപ്പിൾ എന്ന സബ്ജക്റ്റ് ഉണ്ട്, പിന്നീട് വേറുണ്ട്. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് പിന്നീട് ഹെൽപ്പിംഗ് എന്ന വെർബിൻ്റെ ING ഫോം ഉണ്ട്. ING ഫോം ഓഫ് ദ വെർബ് പ്ലസ് ദ വൂണ്ടഡ് വുമൺ എന്ന ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പൊ നോക്കേ, സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ് എന്നത് പാസ്റ്റ് കണ്ടിന്യൂസിന്റെ ആക്റ്റീവ് വോയിസ് ആണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ് മീൻസ് നമുക്ക് പാസീവിലോട്ട് മാറ്റാൻ തന്നിരിക്കുന്ന ഈ ആക്റ്റീവ് വോയിസ് എന്താകുന്നു? പാസ്റ്റ് കണ്ടിന്യൂസിന്റെ ആക്റ്റീവ് വോയിസ് ആകുന്നു. അപ്പോൾ ഈ പാസ്റ്റ് കണ്ടിന്യൂസിന്റെ പാസീവ് വോയിസ് എന്താണെന്ന് നമ്മുടെ മനസ്സിലോട്ട് വരണം. ഫോർമാറ്റ് എന്താണെന്ന് നമ്മുടെ മനസ്സിലോട്ട് വരണം. അപ്പോൾ എന്തായിരിക്കാം പാസ്റ്റ് കണ്ടിന്യൂസിന്റെ പാസീവ് വോയിസ് ഫോർമാറ്റ്? നമുക്ക് നോക്കാം. ഇതാണ് object plus was or were plus being plus V3 plus by plus agent. നോക്കുക, object plus was or were plus being plus V3 plus by plus agent. ഇതാണ് പാസ്റ്റ് കണ്ടിന്യൂസിന്റെ പാസീവ് വോയിസ് ഫോർമാറ്റ്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഒരു സെന്റൻസിനെ നമ്മൾ പാസീവിലോട്ട് മാറ്റുകയാണ്. ആക്റ്റീവ് വോയിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്ജക്റ്റിന് പ്രാധാന്യം നൽകുന്ന വാക്യങ്ങളാണ് ആക്റ്റീവ് വോയിസ്. പാസീവ് വോയിസ് എന്ന് പറയുമ്പോൾ എന്താ? ഒബ്ജക്റ്റിന് പ്രാധാന്യം നൽകുന്ന വാക്യങ്ങളാണ് പാസീവ് വോയിസ്. നമ്മുടെ ഈ ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റ് കൊണ്ടാണ് പാസീവ് വോയിസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യമേ എന്തെഴുതാം? ഒബ്ജക്റ്റ് എഴുതാം. ഇവിടുത്തെ ഒബ്ജക്റ്റ് ഏതാ? ദ വൂണ്ടഡ് വുമൺ ആണ്. നമ്മൾ അത് എഴുതി, ദ വൂണ്ടഡ് വുമൺ. ഓക്കെ, ഇനി നമ്മൾ വാസ് അഥവാ വെയർ ചേർക്കണം. നമ്മുടെ ഒബ്ജക്റ്റ് ഇവിടെ കിടക്കുന്ന വാസോ വെയറോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഇവിടെ നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ പ്ലൂറൽ നോക്കിയാണ് ആക്റ്റീവ് വോയിസിൽ വാസും വെയറും എഴുതുന്നത്. നമ്മൾ പാസീവിലോട്ട് മാറ്റുമ്പോൾ ഈ സബ്ജക്റ്റ് അല്ല ഇവിടെ കിടക്കുന്നത്, നമ്മുടെ ഒബ്ജക്റ്റ് ആണ് ഇവിടെ സബ്ജക്റ്റിന്റെ ഭാഗത്തേക്ക് വരുന്നത്. അപ്പൊ ആ ഒബ്ജക്റ്റ് നോക്കി നമ്മുടെ ഒബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വാസും, ഒബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വേറും എഴുതുക. ഇവിടെ നമ്മുടെ ഒബ്ജക്റ്റ് എന്താകുന്നു? ഒബ്ജക്റ്റ് സിംഗുലർ ആകുന്നു. ദ വൂണ്ടഡ് വുമൺ എന്ന ഒബ്ജക്റ്റ് സിംഗുലർ ആണ്, അതുകൊണ്ട് നമ്മൾ വാസ് എഴുതി. ഇനി ബീയിങ് ഇട്ട് കൊടുക്കണം, ബീയിങ് എഴുതി. ഇനി വെർബിന്റെ V3 ഫോം എഴുതുക. ഇവിടെ ഏതാ വെർബ്? ഹെൽപ്ഡ് ആണ്. V3 എന്താണ്? അത് തന്നെയാണ്
helped. ഇനി എന്താണ് ബൈ പ്ലസ് ഹെൽപ്പിംഗ്, സോറി ഹെൽപ്പിംഗ് ആണ് ഇവിടുത്തെ വെർബ്. നമ്മൾ ING ഫോം ആയാലും അതിനെ എന്താണ് V3 ആക്കി മാറ്റണം. അപ്പൊ ഈ ഹെൽപ്പ് എന്ന വെർബിന്റെ V3 ഏതാ? ഹെൽപ്ഡ് ആണ്, ഹെൽപ്ഡ്. ഇനി ബൈ പ്ലസ് ഏജന്റ് ബൈ ദ പീപ്പിൾ അതേപോലെ എഴുതി, ദ പീപ്പിൾ എന്ന് എഴുതി. ഓക്കെ, അപ്പൊ എന്താ? ദ വൂണ്ടഡ് വുമൺ വാസ് ബീയിങ് ഹെൽപ്ഡ് ബൈ ദ പീപ്പിൾ. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. പിന്നെ നോക്കൂ, ഇവിടെ എല്ലായിടവും നമുക്ക് എന്താണ് അവസാനം ബൈ ദ പീപ്പിൾ എന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യവും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ പീപ്പിൾ, എവരിബഡി, എനിബഡി, സംബഡി, നോബഡി, പീപ്പിള്, ഇതേപോലുള്ള സബ്ജക്റ്റുകൾ ഇവയിലൊക്കെയാണ് നമ്മുടെ ആക്റ്റീവ് വോയിസ് ആരംഭിക്കുന്നതെങ്കിൽ പാസീവ് വോയിസിൽ എന്താണ് ഈ ബൈ പ്ലസ് ഏജന്റ് വേണ്ട എന്നൊരു റൂൾ ഉണ്ട് കേട്ടോ. അതായത് ആരോ ചെയ്ത പ്രവൃത്തിയാണ്, ഇവിടെ ആരാണ് പീപ്പിൾ, അത് ആരാണ് എന്ന് എന്താണ് അവിടെ സബ്ജക്റ്റ് ചെയ്ത പ്രവൃത്തി, അവിടെ പ്രവൃത്തി ചെയ്ത സബ്ജക്റ്റ് അതെന്താണ്, അതാരാണെന്ന് അവിടെ വ്യക്തമല്ല. അപ്പൊ ഇവിടെ ആരോ ചെയ്ത പ്രവൃത്തിയാണ്, ഇന്ന വ്യക്തി എന്ന് അവിടെ എന്താണ് അവിടുത്തെ സബ്ജക്റ്റ് ആരെന്ന് വ്യക്തമല്ലാത്ത ഇത്തരം കേസുകളിൽ ബൈ പ്ലസ് ഏജന്റ് വേണ്ട എന്ന് ഒരു റൂൾ ഉണ്ട്. പക്ഷെ മിക്ക മത്സര പരീക്ഷകൾക്കും ചിലപ്പോൾ എന്താണ് അതൊന്നും നോക്കാറില്ല. ഇവിടെയും നമ്മുടെ 4 ഓപ്ഷനിലും എന്താണ് ബൈ പ്ലസ് ഏജന്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ നിങ്ങൾ മറന്നേക്കൂ, നമുക്ക് ഇത് തന്നെ ആൻസർ ആയിട്ട് എടുക്കാം, സി തന്നെ എഴുതാം. പിന്നെ എന്താ അങ്ങനെ ഒരു റൂൾ ഉണ്ടെന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഒന്നുകൂടെ പറയാം, ദ പീപ്പിൾ വെയർ ഹെൽപ്പിംഗ് ദ വൂണ്ടഡ് വുമൺ, അതിന്റെ പാസീവ് വോയിസ് എന്താണ്? ദ വൂണ്ടഡ് വുമൺ വാസ് ബീയിങ് ഹെൽപ്ഡ് ബൈ ദ പീപ്പിൾ എന്നാണ്. തന്നിരിക്കുന്ന ആക്റ്റീവ് വോയിസ് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്, അതിനെ പാസീവിലോട്ട് നമ്മൾ മാറ്റി. ഒന്നുകൂടി ക്ലിയർ ആവാൻ വേണ്ടി ഫോർമാറ്റ് ഒന്ന് എക്സ്പ്ലനേഷൻ ആയിട്ട് തരികയാണ്. പാസ്റ്റ് കണ്ടിന്യൂസിന്റെ ആക്റ്റീവ് വോയിസ് ഫോർമാറ്റ് എന്താണ്? സബ്ജക്ട് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ്. പാസീവ് വോയിസ് ഫോർമാറ്റ് എന്താണ്? ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് ബീയിങ് പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് ഏജന്റ്. ഫോർമാറ്റ് പഠിച്ചു വെക്കുക. പിന്നെ നമുക്ക് എളുപ്പവഴിയിൽ ഇങ്ങനെയൊക്കെ ഓർക്കാം. കണ്ടിന്യൂസ് ആകുമ്പോൾ അവിടുത്തെ വെർബ് ഏതാ? ING ഫോം ഓഫ് ദ വെർബ് അല്ലേ? ഇപ്പൊ കണ്ടിന്യൂസ് ആകുമ്പോൾ പാസീവ് വോയിസിൽ എന്താണ് BEING ഉള്ള ബീയിങ് ആണ് ഇട്ട് കൊടുക്കുന്നത് ഓർക്കുക. പെർഫെക്റ്റ് ആണെങ്കിൽ എന്താണ് ബീയിങ് വരുമെന്ന് ഓർക്കുക. അപ്പൊ കൂടുതൽ പറഞ്ഞു പോയാൽ ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാർക്ക് എന്താ കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പൊ കൂടുതൽ പോകുന്നില്ല, നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ അതിന്റെ ആൻസർ പറയുന്നു. ഇനിയും മറ്റു ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ബാക്കി ഹെഡിലുള്ള എന്താ ഓരോന്നും നിങ്ങൾക്ക് കിട്ടിക്കോളും. ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കിയാലോ? ബോർഡിലോട്ട് നോക്കേ. റീന വാസ് സിംഗിങ് ദ സോങ്. ആദ്യമേ നമ്മൾ നോക്കുന്നു ഇത് ഏത് ടെൻസിലാണ്. ഓക്കെ, റീന എന്ന സബ്ജക്റ്റ് ഉണ്ട്, വാസ് ഉണ്ട്, സബ്ജക്ട് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് സിംഗിങ് എന്ന വെർബ് ഉണ്ട്, ING ഫോം ഓഫ് ദ വെർബ് പ്ലസ് ദ സോങ് എന്ന ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പൊ സബ്ജക്ട് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ് എന്ന ഫോർമാറ്റിലാണ് നമ്മുടെ സെന്റൻസ് കിടക്കുന്നത്. നമുക്ക് മനസ്സിലായി ഈ ഫോർമാറ്റ് ആണ്. ഇത് ഏതാണ്? പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. പാസ്റ്റ് കണ്ടിന്യൂസിന്റെ ആക്റ്റീവ് വോയിസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. നമുക്ക് അതിനെ എന്തിലോട്ട് മാറ്റണം? പാസീവ് വോയിസിലോട്ട് മാറ്റണം. ഫോർമാറ്റ് ഇതാണ്ടേ, ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് ബീയിങ് പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് ഏജന്റ് ആണ്. ആദ്യം നമുക്ക് ഒബ്ജക്റ്റ് എഴുതാം. ഏതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്? ദ സോങ്. ദ സോങ് എന്ന ഒബ്ജക്റ്റ് സിംഗുലർ ആണ്, അതുകൊണ്ട് നമ്മൾ എന്തെഴുതി? വാസ് എഴുതി. ദ സോങ് വാസ്. ഓക്കെ, ഇനി എന്തിടുന്നു? ബീയിങ് ഇട്ട് കൊടുക്കുന്നു. ദ സോങ് വാസ് ബീയിങ്. ഇനി വെർബിന്റെ V3 ഫോം ആണ്, അത് ഓർത്തിരിക്കുക. നമ്മുടെ ആക്റ്റീവ് വോയിസിൽ ഏത് വെർബ് ആയാലും, സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും V1 ആയാലും V2 ആയാലും ING ഫോം ഓഫ് ദ വെർബ് ആയാലും ഇനി V3 തന്നെ ആയാലും എല്ലാ ആക്റ്റീവിനെയും പാസീവിലോട്ട് മാറ്റുമ്പോൾ നമ്മുടെ വെർബ് എന്താണ്? V3 ഫോമിലാണ് ഉപയോഗിക്കേണ്ടുന്നത്. അപ്പൊ സിംഗിന്റെ V3 എന്താ? സിംഗിന്റെ V3 സിംഗ്, സാങ്, സങ് എന്നാണ് കേട്ടോ. സിംഗ്, സാങ്, സങ് എന്നാണ്. സിംഗ്, സാങ്, സങ്. V1 V2 V3. സിംഗ്, സാങ്, സങ്. അപ്പൊ V3 ഏതാ? സങ്. ഇനി ബൈ പ്ലസ് ഏജന്റ് എഴുതണം. ബൈ ആരാണ്? റീന. ബൈ റീന. ഒറ്റയായിട്ട് എഴുതണേ. ദ സോങ് വാസ് ബീങ് സങ് ബൈ റീന. ഓക്കെ ആണേ.
പാസ്റ്റ് കണ്ടിന്യൂസിൽ ഒരു ആക്റ്റീവ് തന്നാൽ നിങ്ങൾക്ക് ഇനി എന്താണ് ധൈര്യമായിട്ട് പാസീവിലോട്ട് മാറ്റാം. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഞാൻ പറഞ്ഞു, നമുക്ക് CSEBയുടെ മിക്ക ക്വസ്റ്റ്യൻസും ഒരു ഹെഡിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ അതിൻ്റെ കൂടെ എന്താണ് അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ അതിൻ്റെ ഒപ്പം കാണുമെന്ന് പറഞ്ഞു. ഒരു പാസീവ് വോയിസ് ചോദിച്ചാൽ അതിൻ്റെ തൊട്ട് താഴെ ഒരു പാസീവിൻ്റെ ക്വസ്റ്റ്യൻ കൂടെ കാണും. നോക്കൂ, അടുത്ത ക്വസ്റ്റ്യനും അതേ ഹെഡിൽ നിന്നാണ് ക്വസ്റ്റ്യൻ. അതോടെ നമുക്ക് പോകാം. മൈ സൺ ഹാസ് ഡ്രോൺ ദിസ് പോർട്രേറ്റ്. നമുക്ക് നോക്കാം. ഓപ്ഷൻ എ, ദിസ് പോർട്രേറ്റ് വാസ് ഡ്രോൺ ബൈ മൈ സൺ. Second option, option B, this portrait has been drawn by my son. Option C, this portrait is being drawn by my son. Option D, this portrait was being drawn by my son. ഇവിടെ ആൻസർ എന്താണ്? ഒരു ഡൗട്ടും വേണ്ട. ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ദിസ് പോർട്രേറ്റ് ഹാസ് ബീൻ ഡ്രോൺ ബൈ മൈ സൺ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമുക്ക് നോക്കാം. ആദ്യമേ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നാൽ ഒന്നാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ നോക്കേണ്ടുന്നത് ആ തന്നിരിക്കുന്നത് ഏതിൻ്റെ ആക്റ്റീവ് വോയിസ് ആണ് എന്നാണ്. ഈ തന്നിരിക്കുന്നത് ഏതിൻ്റെ ആക്റ്റീവ് വോയിസ് ആണ്? മൈ സൺ എന്ന സബ്ജക്റ്റ് ഉണ്ട്. സബ്ജക്റ്റിന് ശേഷം ഹാസ് ഉണ്ട്. സബ്ജക്റ്റ് പ്ലസ് ഹാസ് പ്ലസ് ഡ്രോൺ വെർബിന്റെ എന്താണ്? V3 ഫോം ആണ്. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 പ്ലസ് ദിസ് പോർട്രേറ്റ് ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ് എന്ന ഫോർമാറ്റിലാണ് ഒരു സെന്റൻസ് കിടക്കുന്നത്. ഇത് ഏത് ടെൻസ് ആണ്? സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ് ഏത് ടെൻസ് ആണ്? പ്രസന്റ് പെർഫെക്റ്റ് ആണ്. നോക്കൂ, പ്രസന്റ് പെർഫെക്റ്റ് ആണ്. പ്രസന്റ് പെർഫെക്റ്റിന്റെ ആക്റ്റീവ് വോയിസ് ആണ് ഈ കിടക്കുന്നത്. പ്രസന്റ് പെർഫെക്റ്റിന്റെ പാസീവ് വോയിസ് ഫോർമാറ്റ് എന്താണ്? നോക്കൂ, ഇതാണ് ഒബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് കണ്ടിന്യൂസ് ആകുമ്പോൾ ഓക്സിലറി വെർബിന് ശേഷം നമ്മൾ എന്ത് കൊടുക്കുന്നു? ബീൻ കൊടുക്കുന്നു. പെർഫെക്റ്റ് ആകുമ്പോൾ ഓക്സിലറി വെർബിന് ശേഷം എന്താണ്? ബീൻ കൊടുക്കുക. അപ്പൊ നോക്കേ, ഒബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് പിന്നെ V3 ബൈ പ്ലസ് ഏജന്റ്. അത് കോമൺ ആയിട്ട് എല്ലാവരുടെ അവസാനം ഉണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് വെക്കാം. ഒബ്ജക്റ്റും V3 ബൈ പ്ലസ് ഏജന്റും എന്താണ്? എല്ലാ പാസീവ് വോയിസിലും കോമൺ ആണ്. പിന്നെ കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മൾ ഈ ബി ഫോമിന് ശേഷം അല്ലെങ്കിൽ ഹാസിനും ഹാവിനും ഹാർഡിനും ശേഷം, പെർഫെക്റ്റ് ആണെങ്കിൽ നമ്മൾ എന്താണ്? ഹാസിനും ഹാവിനും ഹാർഡിനും ശേഷം ബീൻ ചേർക്കുന്നു. കണ്ടിന്യൂസ് ആണെങ്കിൽ എന്ത് ചേർക്കുന്നു? BEING ചേർക്കുന്നു കേട്ടോ. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ടെൻസിന് മാറ്റമൊന്നും ഇല്ല. പ്രസന്റ് ആണെങ്കിൽ പാസീവ് വോയിസും പ്രസന്റ് ആണ്. ആക്റ്റീവ് വോയിസ് പ്രസന്റ് ആണ്, പാസീവ് വോയിസും പാസ്റ്റ് ആണ്. ആക്റ്റീവ് വോയിസ് പാസ്റ്റ് ആണ്, പാസീവ് വോയിസും പാസ്റ്റ് ആണ്. ആക്റ്റീവ് വോയിസ് ഫ്യൂച്ചർ ആണെങ്കിൽ പാസീവ് വോയിസും ഫ്യൂച്ചർ ആണ്. ടെൻസിന് മാറ്റമൊന്നുമില്ല. എല്ലായിടവും വെർബ് V3 ആക്കും. ഇങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള ചില കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ പോലും ഓപ്ഷനെ വെട്ടി നമുക്ക് എന്താ ആൻസറിലോട്ട് എത്താം. ഇവിടെ അങ്ങനെ വെട്ടിക്കൂടെ? ടെൻസിന് മാറ്റമില്ല. ഹാസും ഹാവും ഒക്കെ വന്നാൽ എന്താ? ആ പാസീവ് വോയിസിലും ഹാസും ഹാവോ വരേണ്ടത്. അതുകൊണ്ട് ഈസും വാസും ഒന്നും വരാൻ പാടില്ല. ടെൻസിന് മാറ്റമില്ല എന്നുള്ള ചെറിയ ഒരു പോയിന്റ് മതി ഈ ക്വസ്റ്റിനകത്ത് നമുക്ക് ആൻസർ ഇതാണെന്ന് ഉറപ്പിക്കാം കേട്ടോ. അപ്പൊ ഞാൻ കറക്റ്റ് ആൻസറിലോട്ട് വരികയാണ്. തന്നിരിക്കുന്ന സെന്റൻസ് പ്രസന്റ് പെർഫെക്റ്റിന്റെ ആക്റ്റീവ് വോയിസ് ആണ്. നമ്മൾ അതിനെ പാസീവിലോട്ട് മാറ്റുകയാണ്. പ്രസന്റ് പെർഫെക്റ്റിന്റെ പാസീവ് വോയിസ് ഫോർമാറ്റ് ഒബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് ഏജന്റ് ആണ്. അപ്പൊ നമ്മൾ ആദ്യമേ ഒബ്ജക്റ്റ് എഴുതുന്നു. ഇവിടുത്തെ ഒബ്ജക്റ്റ് ഏതാണ്? ദിസ് പോർട്രേറ്റ് ആണ്. നമ്മളത് എഴുതി, ദിസ് പോർട്രേറ്റ്. ഇനി ഹാസ് അഥവാ ഹാവ് എഴുതണം. ദിസ് പോർട്രേറ്റ് എന്ന ഒബ്ജക്റ്റ് എന്താകുന്നു? സിംഗുലർ ആകുന്നു. അതുകൊണ്ട് നമ്മൾ എന്തെഴുതി? ഹാസ് എഴുതി. ദിസ് പോർട്രേറ്റ് ഹാസ്. ഇനി എന്തെഴുതുന്നു? ബീൻ ഇട്ട് കൊടുക്കുന്നു, ബീൻ ഇടുന്നു. ദിസ് പോർട്രേറ്റ് ഹാസ് ബീൻ. ഇനി വെർബിന്റെ V3 ഫോം എഴുതുക. ഏതാണ് V3? ഡ്രോൺ ആണ്. ഡ്രോൺ അതായത് പെർഫെക്റ്റ് ആകുമ്പോൾ നമ്മുടെ ആക്റ്റീവ് വോയിസിൽ എന്താണ്? V3 തന്നെയല്ലയോ കിടക്കുന്നത്? ഇവിടെ ആയിരുന്നു ക്വസ്റ്റ്യൻ പോട്ടെ. V3 തന്നെയല്ലയോ കിടക്കുന്നത്. അപ്പൊ പാസീവ് വോയിസിൽ എന്താണ്? V3 നോക്കി നമ്മൾ എങ്ങും പോകണ്ട, അവിടെ തന്നെ V3 ഉണ്ട്. ഡ്രോൺ. ഇനി ബൈ പ്ലസ് ഏജന്റ് എഴുതി. ബൈ മൈ സൺ. ഡ്രോൺ ബൈ മൈ സൺ. ദിസ് പോർട്രേറ്റ് ഹാസ് ബീൻ ഡ്രോൺ ബൈ മൈ സൺ. അപ്പൊ നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് ഫോർമാറ്റും ഒരു എക്സാമ്പിളും ഒന്നുകൂടെ നമുക്ക് നോക്കാം. പ്രസന്റ് പെർഫെക്റ്റ്
പ്രസന്റ് പെർഫെക്റ്റിന്റെ ആക്റ്റീവ് വോയിസ് ഫോർമാറ്റ് ഇതാണ്. സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ്. പാസീവ് വോയിസ് ഫോർമാറ്റ് ഒബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് ഏജന്റ്. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കേ. ഷീ ഹാസ് ഈറ്റൻ മാംഗോസ്. ആദ്യമേ നമ്മൾ നോക്കുന്നു ഇത് ഏതിൻ്റെ ആക്റ്റീവ് വോയിസ് ആണ്. ഇത് ഏതിൻ്റെ ആക്റ്റീവ് വോയിസ് ആണ്? ഷീ എന്ന സബ്ജക്റ്റ് ഉണ്ട്, ഹാസ് ഉണ്ട്, ഈറ്റൺ എന്ന വെർബിന്റെ V3 ഫോം ഉണ്ട്, മാംഗോസ് എന്ന ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പൊ നോക്കേ, സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ് ആണ്. നമുക്കറിയാം സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ് എന്താണ്? പ്രസന്റ് പെർഫെക്റ്റിന്റെ ആക്റ്റീവ് വോയിസ് ആണ്. നമുക്ക് അതിനെ പാസീവിലോട്ട് മാറ്റാം. ആദ്യം നമ്മൾ ഒബ്ജക്റ്റ് എഴുതുന്നു. ഇവിടുത്തെ ഒബ്ജക്റ്റ് ഏതാണ്? മാംഗോസ് ആണ്. യെസ്, മാംഗോസ് എഴുതി, മാംഗോസ്. ഇനി നമ്മൾ എന്താണ്? ഹാസ് അഥവാ ഹാവ് എഴുതുന്നു. നമ്മുടെ ഒബ്ജക്റ്റ് ഇവിടെ പ്ലൂറൽ ആണ്. നമ്മുടെ ആക്റ്റീവ് വോയിസിൽ സബ്ജക്റ്റ് എന്താ? ഷീ സിംഗുലർ ആയതുകൊണ്ടാണ് നമ്മൾ അവിടെ ഹാസ് എഴുതിയത്. പക്ഷേ പാസീവിലോട്ട് മാറ്റിയപ്പോൾ എന്താണ്? ഒബ്ജക്റ്റ് മാറി, മാംഗോസ് ആയി. മാംഗോസ് എന്ന് പറയുമ്പോൾ അത് എന്താ? പ്ലൂറൽ ആണ്. അതുകൊണ്ട് നമ്മൾ എന്തെഴുതി? പ്ലൂറലായ ഹാവ് എഴുതി, ഹാസ് ഓർ ഹാവ്. അപ്പൊ എന്തെഴുതി? മാംഗോസ് ഹാവ്. ഇനി ബീൻ ഇടുന്നു, മാംഗോസ് ഹാവ് ബീൻ. ഇനി വെർബിന്റെ V3 ഫോം എഴുതുന്നു, ഈറ്റൺ. പെർഫെക്റ്റ് ആകുമ്പോൾ V3 നോക്കി എന്നും പോകണ്ട, ഈറ്റൺ. ഇനി ബൈ പ്ലസ് ഏജന്റ് എഴുതുന്നു, ബൈ. ആരായിരുന്നു? ഷീ ആണ്. ഷീ എന്തായി മാറും? ഹർ ആയി മാറും. ഓക്കെ ഓക്കെ, മാംഗോസ് ഹാവ് ബീൻ ഈറ്റൺ ബൈ ഹർ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പാസീവ് വോയിസിൽ 2 ക്വസ്റ്റ്യൻ ആണ്. PYQ 2 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ഇനി നമ്മൾ അടുത്തൊരു ഹെഡിലോട്ടാണ് പോകുന്നത്. ചൂസ് ദ കറക്റ്റ് ആന്റണിം ഫ്രം ബ്രാക്കറ്റ്സ് ഫോർ ദ ഫോളോയിങ്. കഴിഞ്ഞ സീരീസിൽ നമ്മൾ 2 സിനോണിം പഠിച്ചു. ഇപ്പോൾ എന്താണ്? 2 ആന്റണിം പഠിക്കുകയാണ്. അപ്പം ഓപ്പോസിറ്റ് CSEBക്ക് എപ്പോഴും ചോദിക്കുന്ന വൊക്കാബുലറിയിൽ ഏറ്റവും കൂടുതൽ തവണ ക്വസ്റ്റ്യൻ കയറി വരുന്ന 2 ഭാഗമാണ് സിനോണിംസ് ആൻഡ് ആന്റണിംസ്. നോക്കുക, ടെൻഡർ. ടെൻഡർ എന്ന വേർഡിന്റെ ആന്റണിം എന്താണ്? അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ വ്യക്തമായി മനസ്സിലാക്കണം. ചോദ്യകർത്താവ് എന്താണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? എന്താണ്? ആന്റണിമാണ്. മീൻസ് അതിന്റെ ഓപ്പോസിറ്റ് ആണ്, വിപരീത പദമാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ടെൻഡർ എന്ന വേർഡിന്റെ വിപരീത പദം എന്താണ്? ടെൻഡർ എന്ന് പറയുമ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള എന്നാണ്. മൃദുലമായ സോഫ്റ്റ് ആയിട്ടുള്ള. അപ്പൊ അതിന് ഓപ്പോസിറ്റ് എന്താ? ഹാർഡ് ആണോ, മൈനർ ആണോ, ഡെലിക്കേറ്റ് ആണോ, നൺ ഓഫ് ദീസ് ആണോ? എന്താണ് ടെൻഡറിന്റെ ഓപ്പോസിറ്റ്? ഹാർഡ് ആണ്. ഓപ്ഷൻ എ ഹാർഡ് ആണ് റൈറ്റ് ആൻസർ. ടെൻഡറിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഹാർഡ് ആണ്. നമുക്ക് എല്ലാ മീനിങ് ഒന്ന് പഠിച്ചു പോകാം. നോക്കുക, ടെൻഡർ ഞാൻ പറഞ്ഞു, സോഫ്റ്റ് എന്ന് പറഞ്ഞു, മൃദുവായ. ടെൻഡർ മീൻസ് എന്താണ്? മൃദുവായ എന്നാണ്, സോഫ്റ്റ് ആയിട്ടുള്ള എന്നാണ്. ടെൻഡർ കോക്കനട്ട് എന്നൊക്കെ പറയത്തില്ലയോ? അതേപോലെ തന്നെ ഹാർഡ് എന്ന് പറയുമ്പോൾ എന്താ? കട്ടി, കഠിനമായ. ഹാർഡ് കഠിനമായ എന്നാണ്. ഡെലിക്കേറ്റ് അത് ചിലപ്പോൾ ആർക്കെങ്കിലും അറിയത്തില്ലായിരിക്കും. ഡെലിക്കേറ്റ് എന്താണ്? ലോലമായ. മൈനർ അറിയാം, എല്ലാവർക്കും അറിയാം. പ്രായപൂർത്തി ആകാത്ത. മൈനർ പ്രായപൂർത്തി ആകാത്ത. അപ്പൊ മീനിങ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ടെൻഡർ മൃദുവായ, ഹാർഡ് കഠിനമായ, ഡെലിക്കേറ്റ് ലോലമായ, മൈനർ പ്രായപൂർത്തി ആകാത്ത എന്നാണ്. അപ്പൊ നമ്മുടെ ടെൻഡറിന്റെ ഓപ്പോസിറ്റ് ഇവിടെ എന്താ? സോഫ്റ്റിന്റെ ഓപ്പോസിറ്റ് എന്താ? ഹാർഡ് ആണ്, മൃദുവായിട്ടുള്ളത്, കഠിനമായിട്ടുള്ളത്. ടെൻഡറിന്റെ ഓപ്പോസിറ്റ് ഹാർഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വിസ്ഡം. എന്താണ് വിസ്ഡം? വിസ്ഡം ജ്ഞാനം, ബുദ്ധി, വിവേകം. വിസ്ഡം എന്ന വേർഡിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഓപ്ഷൻ എ സഗാസിറ്റി, ഓപ്ഷൻ ബി എഫിഷ്യന്റ്, ഓപ്ഷൻ സി ഫോളി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. നോക്കുക, വിസ്ഡം എന്ന വേർഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് എന്താകുന്നു? ഫോളി ആകുന്നു. നോക്കേ, മീനിങ് ഒന്ന് നോക്കേ. വിസ്ഡം എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്ഞാനം, വിവേകം എന്നൊക്കെയാണ് കേട്ടോ. വിസ്ഡം മീൻസ് ജ്ഞാനം, വിവേകം എന്നൊക്കെയാണ്. അപ്പൊ ഫോളി എന്തായിരിക്കും? അതിന് ഓപ്പോസിറ്റ്. ജ്ഞാനമാണ് എന്താ? വിഡ്ഢിത്തം. അവിവേകം അഥവാ വിഡ്ഢിത്തമാണെന്ത്?
ഫോളി ഫോളി. അപ്പോൾ വിസ്ഡത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? ഫോളി എഴുതിക്കൂടെ? അപ്പോൾ നോക്കുക, വിസ്ഡം മീൻസ് ജ്ഞാനം, വിവേകം എന്നൊക്കെയാണ്. ഫോളി മീൻസ് എന്താണ്? അവിവേകം അഥവാ വിഡ്ഢിത്തം എന്നാണ്. അപ്പം നമ്മുടെ വിസ്ഡമിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഫോളിയാണ്. ബാക്കി ഒന്നും ആകില്ല. നോക്ക് മറ്റു ഓപ്ഷൻ സഗാസിറ്റി. സഗാസിറ്റിയും എന്താ? ഇതിന്റെ സിനോണിമായിട്ട് എടുക്കാം. വിവേകം, ബുദ്ധി, വിസ്ഡം അതേ മീനിങ് ആണ്. വിവേകം, ബുദ്ധി, ജ്ഞാനം എന്നൊക്കെ തന്നെയാണ് സഗാസിറ്റിയുടെയും മീനിങ്. പിന്നെ എഫിഷ്യന്റ് നമുക്കറിയാം, കഴിവുള്ള അല്ലെങ്കിൽ കാര്യക്ഷമമായ. എഫിഷ്യന്റ് ബോയ്, കഴിവുള്ള ബോയ് എന്നൊക്കെ പറയത്തില്ലയോ? അപ്പൊ എഫിഷ്യന്റ് മീൻസ് എന്താണ്? കഴിവുള്ള, കാര്യക്ഷമമായ എന്നൊക്കെയാണ്. അപ്പൊ നമ്മുടെ വിസ്ഡം എന്ന വേർഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് എന്തെടുക്കാം? ഫോളി എടുക്കാം. അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്താണ്? വിസ്ഡമിന്റെ ഓപ്പോസിറ്റ് ഫോളി. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യും, പഠിച്ചു പോവുക. ടെൻഡർ ഓപ്പോസിറ്റ് ഹാർഡ്, വിസ്ഡം ഓപ്പോസിറ്റ് ഫോളി. അപ്പൊ നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് കണക്ട് ചെയ്ത് നമുക്ക് എന്താണ് ഒരു 10 ആന്റണിം പഠിച്ചു പോകാം. മലയാളത്തിൽ അർത്ഥമൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാമെങ്കിൽ പഠിക്കാൻ കുറച്ചുകൂടെ എളുപ്പമുണ്ട് കേട്ടോ. ഓക്കെ, ഇഡിയോസി. എന്താണ് ഇഡിയോസി? ഇഡിയോസി വിഡ്ഢിത്തം എന്നാണ് ഇഡിയോസിയുടെ മീനിങ്. അപ്പൊ വിഡ്ഢിത്തത്തിന് ഓപ്പോസിറ്റ് എന്താണ്? അവിവേകം എന്നൊക്കെ വരണം. സഗാസിറ്റി പഠിച്ചു പോവുക. ഇഡിയോസി ഓപ്പോസിറ്റ് സഗാസിറ്റി. ഇഡിയോസി ഓപ്പോസിറ്റ് സഗാസിറ്റി. ഇഡിയോസി ഓപ്പോസിറ്റ് സഗാസിറ്റി. അടുത്തത് ഇല്യൂഷൻ. എന്താണ് ഇല്യൂഷൻ? ഇല്യൂഷൻ ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മായ അഥവാ മിഥ്യാബോധം എന്നാണ് ഇല്യൂഷൻ. അപ്പൊ മായയാണ്. അപ്പൊ അതിന്റെ റിയൽ ആയിട്ടുള്ളത് ഇല്യൂഷന്റെ ഓപ്പോസിറ്റ് എന്താണ്? റിയാലിറ്റി ആണ്, സത്യം, യാഥാർത്ഥ്യം എന്നൊക്കെയാണ് കേട്ടോ. അപ്പൊ ഇല്യൂഷൻ, മായ, മിഥ്യാബോധം എന്നൊക്കെയാണ്. അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? റിയാലിറ്റി ആണ്, സത്യം, യാഥാർത്ഥ്യം എന്നൊക്കെയാണ്. അപ്പൊ ഇഡിയോസി, സഗാസിറ്റി, ഇല്യൂഷൻ, റിയാലിറ്റി. അടുത്തത് കൺസീൽ. എല്ലാ CSEBയുടെ മാത്രമല്ല നമ്മുടെ എല്ലാ ഇംഗ്ലീഷ് വൊക്കാബുലറി ഉള്ള ഏത് മത്സര പരീക്ഷയ്ക്കും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ആന്റണിംസിൽ ഒരെണ്ണമാണിത്, കൺസീൽ. കൺസീൽ മീൻസ് എന്താണ്? മൂടി വെക്കുക. കൺസീൽ മീൻസ് മൂടി വെക്കുക എന്നാണ്. കൺസീലിന്റെ ഓപ്പോസിറ്റ് അപ്പൊ എന്താ? തുറന്നു വെക്കുക, വെളിപ്പെടുത്തുക. റിവീൽ ആണ്. കൺസീൽ, റിവീൽ, കൺസീൽ, റിവീൽ, കൺസീൽ, റിവീൽ, കൺസീൽ, റിവീൽ. EDC സഗാസിറ്റി, ഇല്യൂഷൻ, റിയാലിറ്റി, കൺസീൽ, റിവീൽ. അടുത്തത് പ്രൈസ്, സ്തുതിക്കുക, പ്രകീർത്തിക്കുക, വാഴ്ത്തുക. പ്രൈസ് ദ ലോർഡ് എന്ന് പറയാറില്ലയോ? അപ്പൊ പ്രൈസിന്റെ ഓപ്പോസിറ്റ് എന്താണ്? കുറ്റപ്പെടുത്തുക, ബ്ലെയിം ആണ് കേട്ടോ. പ്രൈസിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ബ്ലെയിം ആണ്, ബ്ലെയിം ആണ്, ബ്ലെയിം ആണ്. അപ്പൊ ഇഡിയസി, സഗാസിറ്റി, ഇല്യൂഷൻ, റിയാലിറ്റി, കൺസീൽ, റിവീൽ, പ്രൈസ്, ബ്ലെയിം. അടുത്ത അക്വിറ്റ്. ഞാൻ ഈ പറഞ്ഞില്ലേ, കൺസീൽ എല്ലാ മത്സര പരീക്ഷകൾക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നെങ്കിൽ അതേപോലെ CSEB ഉൾപ്പെടെ എല്ലാ ഇംഗ്ലീഷ് ആന്റണിം ചോദിക്കുന്ന എല്ലാ പരീക്ഷകൾക്കും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരെണ്ണമാണ് അക്വിറ്റ്. കുറ്റവിമുക്തൻ, കുറ്റവിമുക്തൻ. അപ്പൊ കുറ്റാരോപി അല്ലെ കുറ്റവാളി. എന്താണ്? അക്വിറ്റിന്റെ ഓപ്പോസിറ്റ് കൺവിക്റ്റ് ആണ്. അക്വിറ്റ്, കൺവിക്റ്റ് ആണ്. അക്വിറ്റ്, കൺവിക്റ്റ്, അക്വിറ്റ്, കൺവിക്റ്റ്. അപ്പം ഇഡിയോസി, സഗാസിറ്റി, ഇല്യൂഷൻ, റിയാലിറ്റി, കൺസീൽ, റിവീൽ, പ്രൈസ്, ബ്ലെയിം, അക്വിറ്റ്, കൺവിക്റ്റ്. നെക്സ്റ്റ് ചിവൽറസ്. ചിവൽറസ് ധൈര്യമുള്ള. ചിവൽറസ് ധൈര്യമുള്ള. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? കവാഡിലി, ധൈര്യമില്ലാത്ത എന്നാണ് കേട്ടോ. ചിവൽറസ് ധൈര്യമുള്ള, കവാഡിലി എന്താണ്? ധൈര്യമില്ലാത്ത. അപ്പൊ എന്താ ചിവൽറസ് എന്ന് പറയുമ്പോൾ നമുക്ക് ധൈര്യമുള്ള, ചിവൽറസ്. അപ്പൊ ചില്ല്, നമുക്ക് ഒന്നിനും പേടിയില്ല, നല്ല ധൈര്യത്തോടെ എന്താ ചിൽ എന്ന് പറഞ്ഞ് നമ്മൾ നടക്കുകയാണ്. പക്ഷെ ഒരു ഭീരു, ധൈര്യമില്ലാത്ത ആളാണെങ്കിൽ എന്താ? വീട്ടിൽ നിന്നും വെളിയിലോട്ട് ഇറങ്ങില്ല. എന്താ? കവാടം, ഡോറിന്റെ അകത്ത് നിന്ന് പുറത്തോട്ട് നോക്കും. അപ്പൊ എന്താ? വാതിലിന്റെ അകത്തൊക്കെ നിന്ന് തലയിട്ട് പുറത്തോട്ട് നോക്കത്തേ ഉള്ളൂ. ധൈര്യമില്ലാത്ത ആൾ എന്താണ്? എല്ലായിടത്തെയും കവാടത്തിൽ നിൽക്കത്തേ ഉള്ളെന്ന് ഓർക്കും. അപ്പം ചിവൽറസിന്റെ ഓപ്പോസിറ്റ് എന്താണ്? കവാഡിലിയാണ്. ചിവൽറസ്
cowardly. Chivalrous, cowardly. ഇപ്പൊ ധൈര്യമുള്ള ആള് ചില്ലായിട്ട് നടക്കും, ചില്ലായിട്ട് നടക്കും. ധൈര്യമില്ലാത്ത ആൾ എന്താണ്? കവാടത്തിൽ നിൽക്കത്തേ ഉള്ളൂ, കവാടത്തിൽ നിന്ന് എത്തി നോക്കത്തേ ഉള്ളൂ. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക, മറക്കത്തില്ല. chivalrous, cowardly. chivalrous, cowardly. അടുത്തത് സോഗി. എന്താണ് സോഗി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നനഞ്ഞ, ചീഞ്ഞ എന്നൊക്കെയാണ് കേട്ടോ. ആന്റണിംസ് ആണ് പഠിക്കുന്നത്. സോഗി നനഞ്ഞ, ചീഞ്ഞ എന്നൊക്കെയാണ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഡ്രൈ ആണ്. നമുക്കിതിന്റെ മീനിങ് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഡ്രൈ കാണുമ്പോൾ അറിയാം ഉണങ്ങിയ വരണ്ട. പക്ഷെ മീനിങ് ഇല്ലെങ്കിൽ സോഗി കാണുമ്പോൾ അതിന്റെ മീനിങ് നനഞ്ഞതാണ് അല്ലെ ചീഞ്ഞതാണ് എന്ന് അറിയത്തില്ലെങ്കിൽ എന്താണ്? ഡ്രൈ പെട്ടെന്ന് ആൻസർ ആയിട്ട് കിട്ടത്തില്ല. അപ്പം മലയാളം അർത്ഥങ്ങൾ കൂടി എന്താണ്? പഠിച്ചു പോവുക. അപ്പം ഇതൊക്കെ വേറൊരു പരീക്ഷയ്ക്കും ഒരു സിനോണിം ചോദിക്കുമ്പോൾ അതിന്റെ ഓപ്ഷനായിട്ട് എന്താണ്? ഇതൊക്കെ കാണാം. അപ്പൊ ആ മീനിങ് അറിയാമെങ്കിൽ കുറെയൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ സോഗി ഓപ്പോസിറ്റ് ഡ്രൈ ആണ്. സോഗി ഓപ്പോസിറ്റ് ആന്റണിം ഡ്രൈ ആണ്. അപ്പൊ നോക്കേ, chivalrous, cowardly, soggy, dry. അടുത്ത സെൽഡം. സെൽഡം അപൂർവമായിട്ട്, വിരളമായിട്ട്, എപ്പോഴൊന്നും ഇല്ലാത്തത്. നീലക്കുറിഞ്ഞി 12 വർഷത്തിൽ ഒരിക്കലേ പൂക്കത്തോളൂ. അതൊക്കെ റയറായിട്ട് പൂക്കുന്നതാണ്, അപൂർവമാണ്, വിരളമാണ്. സെൽഡം. സെൽഡം ഓപ്പോസിറ്റ് എന്തൊക്കെയാണ്? ഓഫൺ. ഓഫൺ എപ്പോഴും, പല പ്രാവശ്യം, പല പ്രാവശ്യം. ഫ്രീക്വന്റ്ലി അടിക്കടി, പതിവായിട്ട്, ഇടയ്ക്കിടയ്ക്ക്. ഇപ്പൊ സെൽഡമിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ പഠിക്കാം. ഓഫണും ഉണ്ട്, ഫ്രീക്വന്റ്ലിയും ഉണ്ട്. സെയിം മീനിങ് വെച്ച് നമുക്ക് വേണേൽ ഇതിന്റെ അതേ മീനിങ്, ഇപ്പൊ എന്താ ഓഫൺ അല്ലെങ്കിൽ ഫ്രീക്വന്റ്ലി, ഇതിന്റെയൊക്കെ സിനോണിംസ് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ എന്താ കുറേ കാര്യങ്ങൾ നമുക്ക് ഗൂഗിളിൽ കിട്ടും. അപ്പൊ അതെല്ലാം ഇതിന്റെ ആന്റണിയുമായിട്ട് നമ്മൾ എഴുതി വെക്കേണ്ട കാര്യമില്ല. നമുക്ക് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളത് മാത്രം എന്താ നമ്മൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് പഠിച്ചു പോകുന്നു. അപ്പൊ സെൽഡം ഓപ്പോസിറ്റ് ഓഫൺ അഥവാ ഫ്രീക്വന്റ്ലി ആണ്. അമാൽഗമേറ്റ്. എന്താണ് അമാൽഗമേറ്റ് എന്ന് പറഞ്ഞാൽ? അമാൽഗമേറ്റ് എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക എന്നാണ്. അമാൽഗമേറ്റ് കൂട്ടിച്ചേർക്കുക. അപ്പം വേർപിരിക്കുക, വേർപെടുത്തുക. എന്താണ്? സെഗ്രഗേറ്റ് ആണ് കേട്ടോ. അമാൽഗമേറ്റിന്റെ ഓപ്പോസിറ്റ് എന്താണ്? സെഗ്രഗേറ്റ് ആണ്. അമാൽഗമേറ്റ്, സെഗ്രഗേറ്റ്. അമാൽഗമേറ്റ്, സെഗ്രഗേറ്റ്. അടുത്ത വാനിറ്റി. എന്താണ് വാനിറ്റിയുടെ ആന്റണിം? വാനിറ്റി എന്ന് പറയുമ്പോൾ എന്താ? പൊങ്ങച്ചം അഥവാ മായാമോഹം എന്നൊക്കെയാണ്, പൊങ്ങച്ചം എന്നൊക്കെയാണ് വാനിറ്റിയുടെ മീനിങ്. അപ്പൊ നമ്മളല്ല പൊങ്ങച്ചൊന്നും ഇല്ലാതെ വളരെ എളിമയോടെ, വിനയത്തോടൊക്കെ ഉള്ളത് എന്താ? മോഡസ്റ്റ്ലി. മോഡസ്റ്റ്ലി, മോഡസ്റ്റ്ലി, മോഡസ്റ്റ്ലി. എളിമയോടെ, വിനയത്തോടെ, എളിമയോടെ എന്നാണ് മീനിങ്. അപ്പം വാനിറ്റിയുടെ ഓപ്പോസിറ്റ് എന്താണ്? മോഡസ്റ്റ്ലി ആണ്. വാനിറ്റി, മോഡസ്റ്റ്ലി. ഒന്നുകൂടെ, chivalrous, cowardly, soggy, dry, seldom, often, frequently, amalgamate, segregate, vanity, modestly. Okay. Idiocy opposite sagacity, illusion opposite reality, conceal opposite reveal, praise opposite blame, acquit opposite convict, chivalrous opposite cowardly, soggy opposite dry, seldom opposite often, frequently seldom opposite often, frequently, amalgamate opposite segregate, vanity opposite modestly. Next header, choose the correct question tag from brackets for the following. Question tag എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇങ്ങനെ ഒരു ഹെഡ് തന്നിട്ട് നമുക്ക് 5ാമത്തെ 6ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് തരുന്നത് എന്താണ്? ക്വസ്റ്റ്യൻ ടാഗ് എന്നുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. നോക്കാം. അത് രണ്ടും ഒരേ ഹെഡുമാണ്. ഇമ്പരറ്റീവ് സെന്റൻസിന്റെ ലെറ്റിൽ തുടങ്ങുന്ന തരം ഇമ്പരറ്റീവ് സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ലെറ്റ് us have some freedom. എന്താണ് ഇതിന്റെ ടാഗ്? ലെറ്റ് us have some freedom. ഓപ്ഷൻ എ shalln't we, option B shall we, option C do we, option D none of these. ഇവിടെ ആൻസർ ഏതായിരിക്കും? ലെറ്റ് us വന്നു, ലെറ്റ്സ് അഥവാ ലെറ്റ് us വന്നാൽ ടാഗ് എന്താണ്? ഷോൾ വി ആണ്. ലെറ്റ്സ് അഥവാ ലെറ്റസിൽ ആരംഭിക്കുന്ന സെന്റൻസിന്റെ ടാഗ് എന്താണ്? ഷോൾ വി ആണ്. ലെറ്റ്സ് അഥവാ ലെറ്റസ്
ആരംഭിക്കുന്ന സെന്റൻസിന്റെ ടാഗ് എന്താണ്? ഷോൾ ബി ആണ് എന്ന് പഠിച്ചു വെക്കുക. ലെറ്റ്സിലോ ലെറ്റസിലോ രണ്ടും ഏകദേശം ഒന്നൊക്കെ തന്നെ. ലെറ്റ്സിലോ ലെറ്റസിലോ ആരംഭിച്ചാൽ ടാഗ് നമുക്ക് എന്തെഴുതാം? ഷോൾ വി എന്നെഴുതാം. ഷോളിൻ്റെ വി ഒന്നും ഒരിക്കലും വരത്തില്ല കേട്ടോ. ഷോളിൻ്റെ വി എന്നൊന്നും പറയത്തില്ല. ഷോൾ പ്ലസ് നോട്ട് എന്താണ്? ഷാണ്ടാണ്. ഇവിടെ ആൻസർ എന്താണ്? ഷോൾ വി ആണ്. പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും നോക്കണ്ട. ലെറ്റ്സിലും ലെറ്റസിലും ആരംഭിച്ചാൽ ടാഗ് എന്താണ്? ഷോൾ വി ആണ്. അതേ ഹെഡിൽ നിന്ന് തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യനും വന്നിരിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ ഉദ്യോഗാർത്ഥികളെ കുഴപ്പിച്ച ക്വസ്റ്റ്യനാണ്. ഉദ്യോഗാർത്ഥികൾ 90% ഉദ്യോഗാർത്ഥികളും തെറ്റിച്ച ക്വസ്റ്റ്യനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. ലെറ്റ് മീ ഷോ യു ഹൗ ടു ഡ്രോ ഇറ്റ്. ഓപ്ഷൻ എ ഷോൾ ഐ, ഓപ്ഷൻ ബി ഷോൾ ഇൻറ്റ് ഐ, ഓപ്ഷൻ സി ഡു ഐ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഏതാണ് ആൻസർ? നമുക്ക് നോക്കാം. ഇവിടെ ആൻസർ CSEBയുടെ ആൻസർ എന്താണ്? ഷോൾ ഐ ആണ്. CSEBയുടെ ആൻസർ എന്താണ്? ഷോൾ ഐ ആണ്. നിങ്ങൾ ഷോൾ ഐ തന്നെ പഠിക്കുക. ലെറ്റ് മീ വന്നു, ആൻസർ എന്താണ്? ഷോൾ ഐ ആണ്. ഓക്കെ, കറക്റ്റ് ആണ്. പക്ഷേ ഈ പരീക്ഷ എഴുതിയ ഒരു വിഭാഗം ആൾക്കാർ, ഒരു 90% കുട്ടികളും അന്ന് ആൻസർ എഴുതിയത് എന്താണ്? നൺ ഓഫ് ദീസ് ആണ് ആൻസർ ആയിട്ട് അവർ എഴുതിയത്. എന്തുകൊണ്ടാണ്? എല്ലാ കുട്ടികളും പ്രതീക്ഷിച്ച ആൻസർ അവിടെ വില്യു എന്നതായിരുന്നു കേട്ടോ. വില്യു എന്നതായിരുന്നു കുട്ടികൾ അവിടെ പ്രതീക്ഷിച്ച ആൻസർ. വില്യു എന്ന ആൻസർ ഓപ്ഷനിൽ ഇല്ലാത്തത് കൊണ്ട് ഭൂരിഭാഗം കുട്ടികളും എന്താണ്? നൺ ഓഫ് ദീസ് എഴുതി. പക്ഷെ ബോർഡ് ആൻസർ കൊടുത്തത് എന്താണ്? ഷോൾ ഐ ആണ്. തെറ്റൊന്നുമല്ല, ശരിയാണ് കേട്ടോ. അതായത് നമുക്ക് പഠിക്കാറുണ്ട് നമ്മുടെ ഗ്രാമർ ടെക്സ്റ്റുകൾ. അതായത് നമ്മുടെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കുന്ന, അല്ലെ മത്സര പരീക്ഷയ്ക്ക് വേണ്ടി ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കുന്ന റാങ്ക് ഫയലിൻ്റെ കാര്യമല്ല പറഞ്ഞത്. അല്ലാതെ നമ്മുടെ വ്യാകരണ ഗ്രന്ഥ ഗ്രാമർ ടെക്സ്റ്റിനകത്തൊക്കെ, അല്ലെങ്കിൽ നമ്മളൊക്കെ ഡിഗ്രിക്കൊക്കെ പഠിച്ച സമയത്ത് പഠിച്ചത് എങ്ങനെയാണ്? ഇങ്ങനെയാണ്. അതായത് ലെറ്റിൽ ആരംഭിക്കുകയാണെങ്കിൽ ടാഗ് എന്താണ്? ഷോൾ ആണ്. ഇങ്ങനെയാണ് കറക്റ്റ് നമ്മൾ റൂള് പഠിച്ചത്. ഞാൻ പറഞ്ഞു വരികയാണ്, ഫുള്ള് കേൾക്കുക. ലെറ്റിൽ ആരംഭിച്ചാൽ ടാഗ് എന്താണ്? ഷോൾ ആണ്. അപ്പം ലെറ്റ്സ് അഥവാ ലെറ്റസ് വന്നാൽ ടാഗ് എന്താണ്? ഷോൾ വി ആണ്. ഓക്കെ, ലെറ്റിൽ സെന്റൻസ് ആരംഭിച്ചാലേ ടാഗ് എന്താണ്? ഷോൾ ആണ്. ലെറ്റ്സ് അഥവാ ലെറ്റസ് വന്നാൽ ടാഗ് എന്താണ്? ഷോൾ വി ആണ്. ലെറ്റ് മീ വന്നാൽ ടാഗ് എന്താണ്? മീ വരുമ്പോൾ ഐ, ഷോൾ ഐ. ലെറ്റ് ഹിം വരുമ്പോൾ ടാഗ് എന്താണ്? ഷോൾ ഹി, ഹിം വരുമ്പോൾ ഹി. ലെറ്റ് ഹർ വരുമ്പോൾ ടാഗ് എന്താണ്? ഷോൾ ഷീ ആണ്, ഹർ വരുമ്പോൾ ഷീ. ലെറ്റ് ദം വരുമ്പോൾ ടാഗ് എന്താണ്? ഷോൾ ദേ എന്നാണ്. ദം വന്നപ്പോൾ എന്താണ്? ദേ ആണ്. ഇങ്ങനെയാണ് പണ്ടൊക്കെ നമ്മൾ ഡിഗ്രിക്ക് പഠിച്ചത്, അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമർ ടെക്സ്റ്റുകളിലൊക്കെ ഇതാണ് കിടക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ പഠിച്ചു വന്നത്. പക്ഷേ മത്സര പരീക്ഷകൾക്കെല്ലാം ചോദിക്കുന്നത് മറ്റൊരു റൂളാണ്. ഇതാണ് റൂള്. കൺഫ്യൂഷൻ വരരുത്, ഞാൻ പറഞ്ഞുതരാം. ഇതാണ് റൂള്. ലെറ്റ്സ് ലെറ്റ്സ് ലെറ്റസിൽ ആരംഭിച്ചാൽ ടാഗ് എന്താണ്? ഷോൾ വി ആണ്. ഇനി ലെറ്റ് പ്ലസ് അതർ പ്രോനൗൺസ് വന്നാൽ, ലെറ്റ് പ്ലസ് അതർ പ്രോനൗൺസ് വന്നാൽ ടാഗ് എന്താണ്? വില്യു എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇങ്ങനെ റൂൾ ഉണ്ട്. ലെറ്റ്സിലും ലെറ്റസിലും ആരംഭിച്ചാൽ ടാഗ് ഷോൾ വി എന്നും, ലെറ്റ് പ്ലസ് അതർ പ്രോനൗൺസ് മീൻസ് ഈ അസ് അല്ലാതെ മീയോ ഹിമ്മോ ഹെറോ ദമ്മോ ഇങ്ങനെ മറ്റു പ്രോനൗൺസ് എന്തെങ്കിലും വന്നാൽ അവിടെ ടാഗ് എന്താണ്? വില്യു എന്നാണ്. നമ്മുടെ PSCയുടെ മറ്റ് എക്സാമുകൾക്കും SSCയുടെ എക്സാമുകൾക്കും ഇവയ്ക്കെല്ലാം ആൻസർ എന്താണ്? വില്യു തന്നെയാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികളൊക്കെ ഇവിടെയും ലെറ്റ് മീ വന്നു, ലെറ്റിന് ശേഷം അസ് അല്ല, ലെറ്റ് പ്ലസ് മീ അതർ പ്രോനൗൺ വന്നു. അതുകൊണ്ട് വില്യു എന്ന ആൻസർ പ്രതീക്ഷിച്ചു. അതുകൊണ്ട് വില്യു ഇല്ലാത്തതുകൊണ്ട് നൺ ഓഫ് ദീസ് എഴുതി. പക്ഷെ ബോർഡ് ആൻസർ കൊടുത്തത് ഷോൾ ഐ ആണ്. അത് ശരിയാണ്. നമ്മുടെ റൂള് പറയുന്നുണ്ട് ലെറ്റിൽ ആരംഭിക്കുകയാണെങ്കിൽ ടാഗ് ഷോൾ ആണ്. അതുകൊണ്ട് ഈ രീതിയിലാണ് ആൻസർ വരുന്നത്. നമ്മുടെ CSEB ഇപ്പം അവസാനമായിട്ടും ഫോളോ ചെയ്തിരിക്കുന്ന ഈ റൂളാണ്. CSEB ഫോളോ ചെയ്തിരിക്കുന്ന റൂൾ ഇതാണ്. അതുകൊണ്ട് നമ്മൾ ഈ റൂള് പഠിക്കുന്നു. CSEBയുടെ എക്സാം എഴുതുന്ന നിങ്ങൾ ഈ റൂള് പഠിക്കുക. ലെറ്റിൽ ആരംഭിച്ചാൽ ടാഗ് എന്താണ്? ഷോൾ ആണ്. ലെറ്റസ് വന്നാൽ ഷോൾ വി, ലെറ്റ് മീ വന്നാൽ ഷോൾ ഐ, ലെറ്റ് ഹിം വന്നാൽ ഷോൾ ഹി, ലെറ്റ് ഹെർ വന്നാൽ ഷോൾ ഷീ, ലെറ്റ് ദം വന്നാൽ ഷോൾ ദേ. നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെക്കുക.
പിന്നെ ഇങ്ങനെ റൂൾ ഉണ്ടെന്ന് ഓർത്തിരിക്കുക. ഇനി എങ്ങാനും എന്തെങ്കിലും മാറ്റം വന്നാൽ നമുക്ക് ആ രീതി പഠിക്കാം. ലെറ്റ്സ് ലെറ്റസിൽ വന്നാൽ ഷാൾ വിയും ലെറ്റ് പ്ലസ് അതർ പ്രോനൗൺസ് വന്നാൽ എന്താ വില്ലിയുമാണ്. അങ്ങനെയും ഒരു റൂൾ ഉണ്ട്. നമ്മുടെ CSEB ഫോളോ ചെയ്യുന്നത് ഇതാണ്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ച് നിർത്തിയിരിക്കുന്നത് ഈ രീതി തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്താണ് അങ്ങനെ തന്നെ പഠിക്കുക. പിന്നെ പഠിപ്പിക്കുമ്പോൾ ഇതും പറഞ്ഞു തരേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാനത് പറഞ്ഞു തന്നു മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇത് പഠിക്കുക. അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്താണ്? ലെറ്റ് മീ ഷോ യു ഹൗ ടു ഡ്രോ ഇറ്റ്. ഷോൾ ഐ ആണ്. ലെറ്റ് മീ വന്നതുകൊണ്ട്. തൊട്ട് മുമ്പത്തെ ക്വസ്റ്റിനകത്ത് ലെറ്റ് അസ് വന്നു, അതുകൊണ്ട് ഷോൾ വി എഴുതി. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റിനകത്തോട്ട് നമുക്ക് പോകാം. ഐഡന്റിഫൈ ദ എറർ ഇഫ് എനി in the sentences given below. The number of the part in which error detected is the answer. ഒന്നുമില്ല, നമുക്കൊരു സെന്റൻസ് 4 ഓപ്ഷനായിട്ട് എന്താണ് ഒരു സെന്റൻസ് തന്നു. അതായത് നിരത്തി പിടിച്ച് നമ്മൾ ഇങ്ങനെ എഴുതുന്ന ഒരു സെന്റൻസിനെ എന്താണ് ABCD എന്ന് പറഞ്ഞ് 4ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് തന്നു. ഇത് ഒറ്റ സെന്റൻസ് ആയിട്ട് നിങ്ങൾ വായിക്കുക. ഈ 4 ഓപ്ഷനിൽ അതായത് ഈ സെന്റൻസിന്റെ ഏത് ഭാഗത്താണ് എറർ ഉള്ളത്? എറർ ഉണ്ടെങ്കിൽ, ഇതിനകത്ത് ഒരു എറർ ഉണ്ടെങ്കിൽ ആ എറർ എവിടാണ് വന്നിരിക്കുന്നത്? ഈ ABCD 4 ഓപ്ഷനകത്ത് എവിടാണ് തെറ്റുള്ളത്? ഇതൊരു സെന്റൻസ് ആണ്. A man along with his wife and 2 children were rescued with the help of a Navy helicopter. ഇവിടെ ഏത് പാർട്ടാണ് എറർ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയത്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ. മീൻസ് എറർ ആയിട്ടുള്ള ഓപ്ഷൻ സി ആണ്. ഇവിടെ വേറെ അല്ല വരേണ്ടുന്നത്. ഇവിടെ എന്താ പിന്നെ വരേണ്ടുന്നത്? വാസ് ആണ് വരേണ്ടുന്നത്. എന്തുകൊണ്ട് ഇവിടെ വാസ് വന്നു? വേർ തെറ്റാണ്, വാസ് വന്നു കറക്റ്റ് ആയിട്ട്. എന്തുകൊണ്ടാ വാസ് വന്നത്? നമുക്ക് നോക്കാം. ഇവിടെ എന്ത് ഉപയോഗിച്ചത്? കോൺകോഡ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്. കോൺകോഡ് എന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എ മാൻ എലോങ് വിത്ത്, ഇവിടെ എന്താ എലോങ് വിത്ത്? ഇതാണ് നമ്മൾ നോക്കേണ്ടുന്നത്. ഇവിടെ എലോങ് വിത്ത് ഉപയോഗിച്ച് 2 സബ്ജക്റ്റുകളെ എന്താണ് കമ്പൈൻ ചെയ്തിരിക്കുകയാണ്. വിത്ത്, എലോങ് വിത്ത്, ടുഗദർ വിത്ത്, ആസ് വെൽ ആസ്, ആസ് മച്ച് ആസ്, റാദർ ദാൻ, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ എന്താണെന്ന് ഇപ്പൊ ഞാൻ പഠിപ്പിച്ചു തരാം. ഇവയൊക്കെ ഉപയോഗിച്ച് ഇപ്പൊ ഇത് മാത്രം നോക്കുക. എലോങ് വിത്ത് ഉപയോഗിച്ച് 2 സബ്ജക്റ്റുകളെ കമ്പൈൻ ചെയ്യുമ്പോൾ, 2 സബ്ജക്റ്റുകളെ യോജിപ്പിച്ചാൽ നമ്മൾ എങ്ങനെയാ വെർബ് എഴുതേണ്ടുന്നത്? ഫസ്റ്റ് സബ്ജക്റ്റിനനുസരിച്ചാണ് വെർബ് എഴുതേണ്ടുന്നത്. ഇവിടെ എ മാൻ അലോങ് വിത്ത് ഹിസ് വൈഫ് ആൻഡ് 2 ചിൽഡ്രൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എലോങ് വിത്ത് ഉപയോഗിച്ച് കമ്പൈൻ ചെയ്തിരിക്കുന്നത് ഇവയെ 2നെയാണ്. അതിൽ ഫസ്റ്റ് സബ്ജക്റ്റിനനുസരിച്ച് വേണം നമ്മൾ വെർബ് എഴുതാൻ. എലോങ് വിത്ത് ഉപയോഗിച്ച് 2 സബ്ജക്റ്റുകളെ യോജിപ്പിച്ചാൽ ഫസ്റ്റ് സബ്ജക്റ്റിനനുസരിച്ച് വേണം വെർബ് എഴുതാൻ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വെർബ് എഴുതാം. ഫസ്റ്റ് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ വെർബ് എഴുതാം. ഇവിടെ നമ്മുടെ ഫസ്റ്റ് സബ്ജക്റ്റ് എ മാൻ ആണ്. എ മാൻ എന്ന് പറയുമ്പോൾ അതെന്താണ്? അത് സിംഗുലർ ആണ്. നമ്മുടെ ഫസ്റ്റ് സബ്ജക്റ്റ് സിംഗുലർ ആണ്. അപ്പോൾ നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടുന്നത് എന്താണ്? സിംഗുലർ വെർബാണ്. ഇവിടെ വേറെ യൂസ് ചെയ്തിരിക്കുന്നത് വാസ് സിംഗുലറും വേറെ പ്ലൂറലുമാണ്. ഇവിടെ എന്താ വരേണ്ടുന്നത്? വാസ് ആണ് വരേണ്ടുന്നത്. അതുകൊണ്ട് നമ്മൾ വാസ് റെസ്ക്യൂഡ് വിത്ത് ദ നേവി was rescued with the help of a navy helicopter എന്ന് തിരുത്തി വായിച്ചു. ഇവിടെ വേറല്ല, അവിടെ വാസ്. നോട്ട് എഴുതുമ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്യുക. അണ്ടർലൈൻ ചെയ്തിട്ട് അതിന് മുകളിലോട്ട് വാസ് എഴുതുക. അപ്പോൾ എലോങ് വിത്ത് ഉപയോഗിച്ച് കമ്പൈൻ ചെയ്തപ്പോൾ ഫസ്റ്റ് സബ്ജക്റ്റ് നോക്കി. ഫസ്റ്റ് സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് ഇവിടെ വാസ് വരണം. വേർ വന്നത് കൊണ്ട് ഈ തന്നിട്ടുള്ള ഭാഗത്ത് തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. സോ നമ്മൾ ആൻസർ ആയിട്ട് സി എടുത്തെഴുതി. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനകത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം നോക്കേ, നമുക്കൊന്ന് കാണാതെ പഠിച്ചെടുത്തേ പറ്റൂ. ഇപ്പോൾ ഈ എലോങ് വിത്ത് നമ്മുടെ ക്വസ്റ്റിനകത്ത് വന്നതുപോലെ ഈ പറയുന്ന ഏത് കാര്യങ്ങൾ നമ്മുടെ സെൻറ്റൻസിൽ വന്നാലും ഇവയൊക്കെ ഉപയോഗിച്ച് 2 സെൻറ്റൻസുകളെ കമ്പൈൻ ചെയ്താലും നമ്മൾ എന്താണ്
ഫസ്റ്റ് സബ്ജക്റ്റ്, ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ച് വേണം വെർബ് എഴുതാൻ. ഇവിടെ നമ്മുടെ ക്വസ്റ്റിനകത്ത് എലോങ് വിത്ത് ഉപയോഗിച്ച് കമ്പൈൻ ചെയ്തപ്പോൾ ഫസ്റ്റ് സബ്ജക്റ്റിനനുസരിച്ച് നമ്മൾ വെർബ് എഴുതി. ഇവിടെ ഈ ക്വസ്റ്റിനകത്ത് എലോങ് വിത്ത് മാത്രമേ തന്നിട്ടുള്ളൂ. ഞാൻ ഇത് മാത്രം പറഞ്ഞു തന്നിട്ട് പോയാൽ അടുത്ത പരീക്ഷയ്ക്ക് എന്തായിരിക്കും? ടുഗദർ വിത്തോ ആസ് വെൽ ആസോ ആയിരിക്കാൻ ചോദിക്കുന്നത്. അപ്പോൾ ആ ഹെഡ് മൊത്തം ഞാൻ പറഞ്ഞു തരികയാണ്. ഈ പറയുന്നവയൊക്കെ ഉപയോഗിച്ച് രണ്ട് സബ്ജക്റ്റുകളെ യോജിപ്പിച്ചാൽ ആദ്യത്തെ സബ്ജക്റ്റിന് ഫസ്റ്റ് സബ്ജക്റ്റിനനുസരിച്ച് വേണം നമ്മൾ വെർബ് എഴുതാൻ. ഏതൊക്കെയാണ്? ഒരു പാട്ട് പോലെ ഒരു ഓളത്തിൽ എന്താ പറഞ്ഞങ്ങ് പഠിക്കുക. നിങ്ങൾക്ക് പഠിക്കാൻ ഒരു ഫ്ലോ കിട്ടുന്ന രീതിയിലാണ് ഞാൻ ഇവയെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഓർഡറിൽ പഠിക്കാമെങ്കിൽ നിങ്ങൾക്കത് പഠിച്ചെടുക്കാൻ വളരെ സിമ്പിളാണ്. നമുക്ക് നോക്കാം. ആസ് വെൽ ആസ്, ആസ് മച്ച് ആസ്, ആസ് വെൽ ആസ്, ആസ് മച്ച് ആസ്. കണ്ടോ? കണക്ട് ചെയ്യാലോ രണ്ടെണ്ണം. ആസ് വെൽ ആസ്, ആസ് മച്ച് ആസ്. അടുത്ത രണ്ടെണ്ണം കണക്ട് ചെയ്തേ, ആഡ് ചെയ്തേ. റാദർ ദാൻ, മോർ ദാൻ, റാദർ ദാൻ, മോർ ദാൻ. അപ്പൊ ആസ് വെൽ ആസ് മച്ച് ആസ്, റാദർ ദാൻ, മോർ ദാൻ. ഇൻക്ലൂഡിങ്, എക്സ്ക്ലൂഡിങ്, ഇൻക്ലൂഡിങ്, എക്സ്ക്ലൂഡിങ്, ഇൻക്ലൂഡിങ്, എക്സ്ക്ലൂഡിങ്. ആസ് വെൽ ആസ് മച്ച് ആസ്, rather than, more than, including, excluding. Like, unlike, like, unlike. കൂടെ ക്ലാസ് കാണുന്ന നിങ്ങൾ എൻ്റെ കൂടെ പറഞ്ഞങ്ങ് പഠിക്കുക. ലൈക്ക്, അൺലൈക്ക്, ലൈക്ക്, അൺലൈക്ക്. ഒന്നുകൂടെ. ആസ് വെൽ ആസ് മച്ച് ആസ്, rather than, more than, including, excluding, like, unlike. ഇതെല്ലാം രണ്ടെണ്ണം നമുക്ക് പഠിച്ചെടുക്കാൻ ഒരു ഫ്ലോ ഉണ്ട്. ഇനി പറയുന്ന ആ ഒരു ലൈനിൽ എന്താണ്? ആ ഫ്ലോ നമുക്ക് നഷ്ടപ്പെടുകയാണ്. എന്നാലും നമ്മൾ എന്താണെന്ന് നിർത്തി അതൊന്ന് പഠിച്ചുറപ്പിക്കും. ഈ ഭാഗം ഒന്ന് തെറ്റാൻ ചാൻസ് ഉണ്ട്. ബട്ട്, എക്സെപ്റ്റ്, ആൻഡ് നോട്ട്, നോ ലെസ് ദാൻ. ബട്ട്, എക്സെപ്റ്റ്, ആൻഡ് നോട്ട്, നോ ലെസ് ദാൻ. ബട്ട്, എക്സെപ്റ്റ്, ആൻഡ് നോട്ട്, നോ ലെസ് ദാൻ. ബട്ട്, എക്സെപ്റ്റ്, and not, no less than. ഈ ഭാഗം എത്തുമ്പോൾ എന്താ തെറ്റാൻ ചാൻസ് ഉണ്ട്? ബട്ട്, എക്സെപ്റ്റ്, ആൻഡ് നോട്ട്, നോ ലെസ് ദാൻ. ഓക്കെ, ഇത്രയും നമ്മൾ ഒന്നുകൂടെ പഠിക്കുകയാണ്. ആസ് വെൽ ആസ് മച്ച് ആസ്, റാദർ ദാൻ, മോർ ദാൻ, ഇൻക്ലൂഡിങ്, എക്സ്ക്ലൂഡിങ്, ലൈക്ക്, അൺലൈക്ക്, ബട്ട്, എക്സെപ്റ്റ്, ആൻഡ് നോട്ട്, നോ ലെസ് ദാൻ. അത്രയും പഠിച്ച് നമ്മളങ്ങ് സെറ്റാക്കി മാറ്റി വെച്ചു. ഇനി നമ്മൾ അതിനോടൊപ്പം ആഡ് ചെയ്യുകയാണ് വിത്തിൻ്റെ 3 എണ്ണം. ഏതൊക്കെയാണ്? വിത്ത്, എലോങ് വിത്ത്, ടുഗദർ വിത്ത്, വിത്ത്, എലോങ് വിത്ത്, ടുഗദർ വിത്ത്, വിത്ത്, എലോങ് വിത്ത്, ടുഗദർ വിത്ത്, വിത്ത്, എലോങ് വിത്ത്, ടുഗദർ വിത്ത്. അപ്പൊ വിത്തിൻ്റെ 3 എണ്ണം, വിത്തിൻ്റെ 3 എണ്ണം. വിത്ത്, along with, together with, with, along with, together with. അടുത്തത് രണ്ടെണ്ണം കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. in addition to, in the company of, in addition to, in the company of. അപ്പോൾ വിത്തിൻ്റെ 3 എണ്ണം, ഇന്നിൻ്റെ 2 എണ്ണം. വിത്ത്, along with, together with, in addition to, in the company of. അടുത്ത അവസാനം നമ്മൾ ബൈ പറഞ്ഞു പോകുന്നു. 3 ബൈ. accompanied by, followed by, escorted by, accompanied by, followed by, escorted by, accompanied by, followed by, escorted by. ഒരെണ്ണം കൂടെ ഉള്ളൂ. besides, besides. ഞാൻ വെറുതെ ഒരു വട്ടം പറഞ്ഞാൽ നിങ്ങൾക്ക് കത്തത്തില്ല. എൻ്റെ കൂടെ ആ രീതിയിൽ നിർത്തി പറഞ്ഞ് ക്ലാസ്സിൽ കൂടെ പറഞ്ഞ് പഠിച്ചവർക്ക് എന്താ, ക്ലാസ് കണ്ടു കഴിയുമ്പോൾ തന്നെ ഇത് ബൈഹാർട്ട് ആയിരിക്കും. ഒന്നുകൂടെ. വിത്ത്, എലോങ് വിത്ത്, ടുഗദർ വിത്ത്. ഇത് എലോങ് കഴിഞ്ഞിട്ട് കോമയില്ലേ? എലോങ് വിത്ത് ഒറ്റ വാക്കാണ്. വിത്ത്, along with, together with, in addition to, in the company of, accompanied by, followed by, escorted by, besides. ഇവയൊക്കെ ഉപയോഗിച്ച് രണ്ട് സബ്ജക്റ്റുകളെ യോജിപ്പിക്കുമ്പോൾ ഫസ്റ്റ് സബ്ജക്റ്റിനനുസരിച്ച് വേണം വെർബ് എഴുതാൻ. ഫസ്റ്റ് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വെർബ് എഴുതുക. ഫസ്റ്റ് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ വെർബ് എഴുതുക. ഒരു വട്ടം കൂടെ പറയാം. ആസ് വെൽ ആസ് മച്ച് ആസ്, rather than, more than, including, excluding, like, unlike, but, except, and not, no less than, with, along with, together with, in addition to, in the company of, accompanied by, followed by, escorted by, besides.
ഇവയൊക്കെ ഉപയോഗിച്ച് രണ്ട് സബ്ജക്റ്റുകളെ യോജിപ്പിക്കുമ്പോൾ ഫസ്റ്റ് സബ്ജക്റ്റിന് ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ച് വെർബ് എഴുതുക. ഇവിടെ നമ്മുടെ ആദ്യത്തെ സബ്ജക്റ്റ് എ മാൻ ആണ്, എലോങ് വിത്ത് ഉപയോഗിച്ച് കമ്പൈൻ ചെയ്തു. എ മാൻ ആണ്, അത് സിംഗുലർ ആണ്, അതുകൊണ്ട് സിംഗുലറായ വാസ് വരണം, വേർ വന്നതുകൊണ്ട് തെറ്റാണ്. ഇനി ഫസ്റ്റ് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമുക്ക് എന്താണ് വേറെ എഴുതാമായിരുന്നു. ഒരു എക്സാമ്പിൾ നമുക്കൊന്ന് നോക്കിയാലോ. റാണി ആസ് വെൽ ആസ് ഹർ ഫ്രണ്ട്സ് ഡാഷ് വൺ എ പ്രൈസ്. ഓപ്ഷൻ എ ഹാസ്, ഓപ്ഷൻ ബി ഹാവ്, ഓപ്ഷൻ സി ഹാവിങ്, ഓപ്ഷൻ ഡി ഹാവ് ബീൻ. ഏതാണ് ഇവിടുത്തെ ആൻസർ? ആൻസർ ഓപ്ഷൻ എ ആണ്, ഹാസ് ആണ്. നോക്കാം. റാണി ആസ് വെൽ ആസ്, കണ്ടോ, ആസ് വെൽ ആസ് ഉപയോഗിച്ച് രണ്ട് സബ്ജക്റ്റുകളെ കമ്പൈൻ ചെയ്തിരിക്കുന്നു. ആസ് വെൽ ആസ് ഉപയോഗിച്ച് രണ്ട് സബ്ജക്റ്റുകളെ യോജിപ്പിക്കുമ്പോൾ ഫസ്റ്റ് സബ്ജക്റ്റിനനുസരിച്ചാണ് വെർബ് എഴുതേണ്ടുന്നത്. ഇവിടുത്തെ ഫസ്റ്റ് സബ്ജക്റ്റ് ഏതാണ്? റാണിയാണ്. റാണി എന്ന് പറയുമ്പോൾ അതെന്താണ്? അതൊരു വ്യക്തിയാണ്, സിംഗുലർ ആണ്. അതുകൊണ്ട് നമ്മൾ സിംഗുലർ ആയ ഏതുപയോഗിച്ചു? ഹാസ് ഉപയോഗിച്ചു. ഓക്കെ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ അതോട്ട് പോവുകയാണ്. സ്പെല്ലിംഗ് ആണ്. ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. സൂപ്രണ്ടന്റ്, സെപ്പറേറ്റ്, ഒക്കേഷൻ, അക്കോമഡേഷൻ. ഇവിടെ സ്പെല്ലിംഗ് നിങ്ങൾ ഓരോന്നൊന്ന് വായിച്ചു നോക്കേ. ഏതാണ് ശരി? സൂപ്പറിൻറ്റൻഡന്റ്. ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമുക്ക് ഓരോന്ന് നോക്കാം. സൂപ്പറിൻറ്റൻഡന്റ് എങ്ങനെ എഴുതുന്നത്? സൂപ്പർ, SUPER, ഇൻ, IN. ഇനി TA അല്ല, TEN ആണ് കേട്ടോ. DENT ആണ്. സൂപ്പറിൻറ്റൻഡന്റ് എന്നാണ്. ഒക്കേഷൻ എന്താണ്? OCCA, ഒരു എസ്സേ ഉള്ളൂ, SION. OCCASION, ഒക്കേഷൻ. താഴോട്ട് ഒന്നുകൊണ്ട് ഇത് പറയുന്നുണ്ട്. അടുത്ത സെപ്പറേറ്റ്. സെപ്പറേറ്റ് SEPARATE. ഇത് പ്രിന്റ് മിസ്റ്റേക്ക് ആണ്. സെപ്പറേറ്റിന്റെ പ്രിന്റിങ് ഇവിടെ ആയിരുന്നു നമ്മുടെ ക്വസ്റ്റ്യനിൽ കൊടുത്തത് കേട്ടോ. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് എന്താണ്? സെപ്പറേറ്റ്. ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ കിടക്കുന്നത്. നമ്മൾ ടൈപ്പ് ചെയ്തപ്പോൾ സ്റ്റാഫിന് പറ്റിയ അബദ്ധമാണ് ഞാൻ കൊടുത്തത്. ടൈപ്പ് ചെയ്ത് വന്നപ്പോൾ ഇങ്ങനെ ആയതാണ്. സെപ്പറേറ്റ് SEPERATE എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ കിടക്കുന്നത്. കറക്റ്റ് ആൻസർ എന്താണ് വരേണ്ടത്? സെപ്പറേറ്റ് SEPARATE എന്നാണ് കറക്റ്റ് വരേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ പ്രിന്റ് ചെയ്തപ്പോൾ A ആയി പോയതാണ്. ആണ് അവിടെ ക്വസ്റ്റ്യനകത്ത് കിടക്കുന്നത് കേട്ടോ, മനസ്സിലാക്കണേ. അപ്പോൾ അവിടെ A ആണ് കറക്റ്റ് വരേണ്ടത്. ആൻസർ ഇവിടെ എന്താ? അക്കോമഡേഷൻ മാത്രമാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിങ്. ACCOMMODATION. അപ്പോൾ ബാക്കിയുള്ള 3 എണ്ണവും കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് ബാക്കി ഒരു 7 എണ്ണവും കൂടെ 10 സ്പെല്ലിങ് നമുക്ക് എന്താ ഇപ്പൊ പഠിച്ചു പോകാം. നോക്കുക. സൂപ്പറിൻറ്റൻഡന്റ് എന്താണ്? സൂപ്പർ. ആദ്യം സൂപ്പർ എന്ന് എഴുതുക, SUPER. ഇനി ഇൻ എഴുതുക, IN. ഇനി നമ്മുടെ 10 10 TEN. ഇനി ഡെന്റ്, അവസാനം D അല്ല T ആണെന്ന് ഓർക്കുക. ഡെന്റ്. സൂപ്പർ ഇൻറ്റൻഡന്റ്. സൂപ്പർ ഇൻറ്റൻഡന്റ്, സൂപ്പറിൻറ്റൻഡന്റ്. അടുത്ത സെപ്പറേറ്റ്. ഇതാണ്ട് SEPARATE. സെപ്പറേറ്റ്. ഒക്കേഷൻ. OCCASION. 2 S ഇല്ല, 2 C ആണ്. ഒക്കേഷൻ. OCCASION. ഇത് 3ഉമാണ് നമ്മുടെ ക്വസ്റ്റ്യനകത്ത് തെറ്റിച്ച് കൊടുത്തിരുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ബാക്കി കുറച്ച് സ്പെല്ലിംഗ് കൂടെ നമുക്കൊന്ന് പഠിച്ചു പോകാം. അനസ്തേഷ്യ. എന്താണ് അനസ്തേഷ്യയുടെ കറക്റ്റ് സ്പെല്ലിംഗ്? നിങ്ങൾക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് സ്പെൽ ചെക്ക് കാണുമ്പം നിങ്ങൾ ആ സ്പെല്ലിംഗ് എന്താണ് ഒന്ന് നൈസായിട്ടൊന്ന് ഒരോട്ട കണ്ടിട്ടൊന്ന് നോക്കുക എന്താ സ്പെല്ലിംഗ്. എന്നിട്ട് നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങൾ എന്താ ക്വസ്റ്റ്യൻ്റെ സൈഡിലോട്ട് ഒന്ന് എഴുതുക. നമ്മൾ എഴുതിയ ആൻസർ ആകില്ല, എന്നാലും എഴുതിയ ആൻസറിനെ മറ്റുള്ളതായിട്ടൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ എന്താ മിക്കവാറും ഒക്കെ ആൻസർ ശരിയാവും, നമുക്ക് സ്പെല്ലിംഗ് കിട്ടും. അപ്പോൾ നോക്കിയാൽ അനസ്തേഷ്യ എന്താണ്? അനസ്തേഷ്യ ANAESTHESIA.
ANAESTHESIA അനസ്തേഷ്യ. അനീമിയ എപ്പോഴും ചോദിക്കുന്ന അനീമിയ എന്താ? അനഇമിയ എന്ന് പഠിക്കുക. അനീമിയയുടെ സ്പെല്ലിംഗ് എന്താ? അനഇമിയ. അനഇമിയ ANAEMIA അനഇമിയ. അനീമിയ അനഇമിയ എന്ന് പഠിക്കുക. QUEUE എന്നൊക്കെ കാണും, കൺഫ്യൂഷൻ വരും. ക്യൂവിന്റെ സ്പെല്ലിംഗ് എന്താ? QUEUE. ഇപ്പൊ ഒന്നുകൂടെ സൂപ്പറിൻറ്റൻഡന്റ് SUPERINTENDENT സൂപ്പറിൻറ്റൻഡന്റ്. സെപ്പറേറ്റ് SEPARATE. ഒക്കേഷൻ OCCASION. അനസ്തേഷ്യ ANAESTHESIA അനസ്തേഷ്യ. അനീമിയ ANAEMIA അനഇമിയ. QUEUE. ഇനിയാണ് ഓൺട്രപ്രണർ. പ്രത്യേകിച്ച് CCB എഴുതുന്ന കുട്ടികളൊക്കെ ഒരു ടെക്സ്റ്റ് പഠിച്ചതായിരിക്കും. ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം EDP അങ്ങനെ ഒരു പേപ്പറൊക്കെ പഠിച്ചു കാണും നിങ്ങൾ. അപ്പോൾ എന്താണ് ഓൺട്രപ്രണർ? CSEB എഴുതുന്ന കുട്ടികൾക്ക് ഈ ഒരു സ്പെല്ലിംഗ് തെറ്റത്തില്ല. നമുക്ക് ഒരുപാട് തവണ എന്താണ് ചോദിച്ചതുമാണ്. നിങ്ങൾക്ക് ഒരുപാട് തവണ CSEB ചോദിച്ച സ്പെല്ലിംഗ് ആണ്. എല്ലാ കുട്ടികളും എഴുതുന്നൊരു സ്പെല്ലിങ്ങുമാണ്. എന്താണ്? ENTREPRENEUR ഓൺട്രപ്രണർ. ENTREPRENEUR. ഒന്നുകൂടെ ENTREPRENEUR. അടുത്തത് പാൻഡമോണിയം. എന്താണ് പാൻഡമോണിയം? പാൻഡ് PANDE. ഇനി മോണിയം MONIUM. പാൻഡമോണിയം PANDEMONIUM PANDEMONIUM. അടുത്തത് എക്സാജറേഷൻ. എന്താണ്? EXAGGERATION എക്സാജറേഷൻ. EXAGGERATION എക്സാജറേഷൻ. അടുത്തത് ഗൈനക്കോളജി. GYNAECOLOGY ഗൈനക്കോളജി. GYNACOLOGY ഗൈനക്കോളജി. GYNAE ഈ പറഞ്ഞാലും തോന്നുന്നു. GYNAECOLOGY ഗൈനക്കോളജി. GYNAECOLOGY ഗൈനക്കോളജി. ഓക്കെ, ഒന്നുകൂടെ സൂപ്പറിൻറ്റൻഡന്റ്. സൂപ്പർ SUPERINTENDENT. സെപ്പറേറ്റ് SEPARATE. ഒക്കേഷൻ OCCASION അനസ്തേഷ്യ. ANAESTHESIA അനീമിയ. ANAEMIA. QUEUE ഓൺട്രപ്രണർ. ENTREPRENEUR പാൻഡമോണിയം. PANDEMONIUM പാൻഡമോണിയം. എക്സാജറേഷൻ. EXAGGERATION ഗൈനക്കോളജി. GYNAECOLOGY ഗൈനക്കോളജി. അത്ര സ്പെല്ലിംഗ് നമ്മൾ പഠിച്ചേ. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ പ്രൊഫഷണൽ കീ എടുത്ത് വെച്ച് നോക്കരുത്. CSEBയുടെ പ്രൊഫഷണൽ കീയിൽ ഇത് ആൻസർ തെറ്റായിട്ട് കൊടുത്തു, പിന്നെ ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഫൈനൽ കീയിൽ ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ തരുമ്പോൾ ഏതെങ്കിലും കുട്ടികൾക്കൊക്കെ എന്താണ് ചിലപ്പം അതല്ല ഇതല്ലേ എന്ന് കമൻറ്റ് ഇടാൻ തോന്നും. അല്ല, ഫൈനൽ കീ കറക്റ്റ് ആൻസറാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ കറക്റ്റ് ആൻസറാണ് ഞാൻ പറയുന്നത്. പ്രൊവിഷണൽ കീ മാത്രം നോക്കിയ കുട്ടികൾ വേണമെങ്കിൽ എന്താണ് വീഡിയോയുടെ അടിയിൽ വന്നൊരു കമൻറ്റ് ഇടാൻ ചാൻസ് ഉണ്ട്. പ്രൊവിഷണൽ കീയുടെ ആൻസർ അല്ലേ, കറക്റ്റ് ആൻസറാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫൈനൽ കീ പിന്നെ വന്ന് കറക്റ്റ് ആയിട്ടുണ്ട്.
ദിസ് ജ്യൂസ് ഈസ് മെയ്ഡ്, ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഒന്നുമില്ല. ദിസ് ജ്യൂസ് ഈസ് മെയ്ഡ് ഡാഷ് ആപ്പിൾ. ഓപ്ഷൻ എ ബൈ, ഓപ്ഷൻ ബി ഓഫ്, ഓപ്ഷൻ സി ഫ്രം, ഓപ്ഷൻ ഡി ത്രൂ. ഇവിടെ ആൻസർ എന്താണ്? മെയ്ഡ് ഫ്രം ആണ്. മെയ്ഡ് ഫ്രം ആണ്. ദിസ് ജ്യൂസ് ഈസ് മെയ്ഡ് ഫ്രം ആപ്പിൾ എന്നാണ്. മെയ്ഡ് ഓഫ് ആപ്പിൾ എന്നാണ് ഇത് ചോദിച്ചപ്പോൾ പ്രൊവിഷണൽ കീയിൽ കൊടുത്തത്. പിന്നീട് മാറി വന്നു ഫ്രം ആണ് ആൻസർ. കറക്റ്റ് ആൻസർ ഫ്രം ആണ്. നമുക്ക് നോക്കാം. ജ്യൂസ് ഉണ്ടാക്കുന്നു, ആപ്പിൾ കൊണ്ടൊരു ജ്യൂസ് ഉണ്ടാക്കുന്നു. അപ്പം നിങ്ങൾ നോക്കിയേ, ഇതൊരു ആപ്പിളാണ്. ഓക്കെ, ഏകദേശം ആപ്പിൾ ആയില്ലയോ? ടൊമാറ്റോ ആണോ? അല്ല, ആപ്പിളാണ്. ഓക്കെ, ഇതെന്താണ്? ഒരു ആപ്പിളാണ്. അപ്പം ഞാൻ ഈ ആപ്പിൾ കൊണ്ട് എന്താണ്? ആപ്പിൾ കൊണ്ട് ഞാനൊരു ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കുന്നു. നോക്കൂ, ആപ്പിൾ കൊണ്ട് ഞാൻ എന്താണ്? ഒരു ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ ആപ്പിൾ കൊണ്ടുണ്ടാക്കിയ ആപ്പിൾ ജ്യൂസ്, ഞാൻ ഈ ആപ്പിൾ കൊണ്ട്, ഈ ആപ്പിൾ എന്ന ഒരു പഴയ വസ്തുവിനെ ഉപയോഗിച്ച് ജ്യൂസ് എന്ന ഒരു പുതിയ വസ്തുവിനെ ഞാനിവിടെ എന്താണ്? നിർമ്മിച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഈ ആപ്പിൾ എന്ന് പറയുന്ന ഈ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉപയോഗിച്ച ആപ്പിൾ എന്ന് പറയുന്ന ഈ പഴയ വസ്തുവിന് ഇവിടെ എന്താണ്? പൂർണ്ണമായിട്ട് അതിന് രൂപത്തിലും ഭാവത്തിലും രുചിയിലും എല്ലാം എന്താണ്? പൂർണ്ണമായിട്ടൊരു രൂപമാറ്റം വന്നിരിക്കുകയല്ലയോ? രൂപമാറ്റം വന്നല്ലേ ഇവിടെ ജ്യൂസായി മാറിയത്. അപ്പോൾ ഒരു പുതിയ വസ്തു നിർമ്മിക്കുമ്പോൾ ആ വസ്തു നിർമ്മിക്കുവാൻ ഉപയോഗിച്ച പഴയ വസ്തുവിന് പൂർണ്ണമായും രൂപമാറ്റം വന്നിട്ടുണ്ടെങ്കിൽ മേഡിനോടൊപ്പം നമുക്ക് എന്തുപയോഗിക്കാം? ഫ്രം ഉപയോഗിക്കാം. കേൾക്കുക, ഒരു പുതിയ വസ്തു നിർമ്മിക്കുമ്പോൾ ആ വസ്തു നിർമ്മിക്കുവാൻ ഉപയോഗിച്ച പഴയ വസ്തുവിന് പൂർണ്ണമായും രൂപമാറ്റം വന്നാൽ മേഡിനോടൊപ്പം ഫ്രം ഉപയോഗിക്കാം. ദിസ് ജ്യൂസ് ഈസ് മെയ്ഡ് ഫ്രം ആപ്പിൾ അല്ലെ ഫ്രം ഓറഞ്ച് എന്നൊക്കെ ചോദിക്കാം. അപ്പൊ നോക്കേ, ഒരു പുതിയ വസ്തു നിർമ്മിക്കുമ്പോൾ ആ വസ്തു നിർമ്മിക്കുവാൻ ഉപയോഗിച്ച പഴയ വസ്തുവിന് പൂർണ്ണമായും രൂപമാറ്റം വന്നാൽ മേഡിനോടൊപ്പം ഫ്രം ഉപയോഗിക്കാം. ഇവിടെ ആപ്പിള് ജ്യൂസ് ആക്കി. ഇപ്പോഴും ഈ ഗ്ലാസ്സിനകത്ത് ഓരോ ആപ്പിളായിട്ടാണോ കിടക്കുന്നത്? അല്ല, അത് ലിക്വിഡ് ഫോമിലോട്ട് മാറി പൂർണ്ണമായിട്ടും രൂപമാറ്റം വന്നു. അങ്ങനെ പൂർണ്ണമായൊരു രൂപമാറ്റം വന്നാൽ മേഡിനോടൊപ്പം ഫ്രം ഉപയോഗിക്കാം. എക്സ്പ്ലനേഷൻ നോക്കേ. ഒരു പുതിയ വസ്തു നിർമ്മിക്കുമ്പോൾ ആ വസ്തു നിർമ്മിക്കുവാൻ ഉപയോഗിച്ച പഴയ വസ്തുവിന് പൂർണ്ണമായി രൂപമാറ്റം വന്നാൽ മേഡിനോടൊപ്പം ഫ്രം ഉപയോഗിക്കുന്നു. ഇതാണ് നമുക്ക് ഇപ്പൊ ചോദിച്ച ക്വസ്റ്റ്യൻ. ഒരു പുതിയ വസ്തു നിർമ്മിക്കുമ്പോൾ ആ വസ്തു നിർമ്മിക്കുവാൻ ഉപയോഗിച്ച പഴയ വസ്തുവിന് പൂർണ്ണമായും രൂപമാറ്റം വന്നാൽ മേഡിനോടൊപ്പം ഫ്രം ഉപയോഗിക്കുന്നു. എന്നാൽ രൂപമാറ്റം വന്നിട്ടില്ലെങ്കിൽ ഓഫ് ഉപയോഗിക്കാം. ഓക്കെ, ഒരു പുതിയ വസ്തു നിർമ്മിക്കുമ്പോൾ ആ വസ്തു നിർമ്മിക്കുവാൻ ഉപയോഗിച്ച പഴയ വസ്തുവിന് രൂപമാറ്റം വന്നിട്ടില്ലെങ്കിൽ മേഡിനോടൊപ്പം ഓഫ് ഉപയോഗിക്കുന്നു. മേഡിനോടൊപ്പം ഓഫ് ഉപയോഗിക്കുന്നു. മേഡിനോടൊപ്പം ഓഫ് ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പൊ നോക്കാം. ഒരു പുതിയ വസ്തു നിർമ്മിക്കുമ്പോൾ ആ വസ്തു നിർമ്മിക്കുവാൻ ഉപയോഗിച്ച പഴയ വസ്തുവിന് പൂർണ്ണമായും രൂപമാറ്റം വന്നാൽ മേഡിനോടൊപ്പം ഫ്രം ഉപയോഗിക്കുന്നു. ഒരു പുതിയ വസ്തു നിർമ്മിക്കുമ്പോൾ ആ വസ്തു നിർമ്മിക്കുവാൻ ഉപയോഗിച്ച പഴയ വസ്തുവിന് രൂപമാറ്റം വന്നിട്ടില്ല എങ്കിൽ മേഡിനോടൊപ്പം ഓഫ് ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ നോക്കേ. ദ ഓർണമെന്റ്സ് ആർ മെയ്ഡ് ഡാഷ് സിൽവർ. അപ്പം സിൽവർ കൊണ്ടാണ് ആ ഓർണമെന്റ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം സിൽവർ കൊണ്ട് നമ്മൾ ഒരു ഓർണമെന്റ്സ് ഉണ്ടാക്കിയാലും അതെപ്പോഴും സിൽവർ ആയിട്ട് തന്നെ അല്ലേ ഇരിക്കുന്നത്. പൂർണ്ണമായൊരു രൂപമാറ്റം അവിടെ വരുന്നില്ലല്ലോ. ആപ്പിൾ ആണെങ്കിൽ ഫുൾ ലിക്വിഡ് സ്റ്റേജിലോട്ട് മാറി പൂർണ്ണമായിട്ടൊരു രൂപമാറ്റം വന്നു. ഇവിടെ എന്താണ്? അങ്ങനെ ഒരു രൂപമാറ്റം ഇല്ല, സിൽവർ ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. പൂർണ്ണമായൊരു രൂപമാറ്റം വരാത്തത് കൊണ്ട് മേഡിനോടൊപ്പം ഓഫ് ഉപയോഗിക്കാം. The table is made dash wood. The table is made of wood. അവിടെയും ഓഫ് ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ തടി കൊണ്ടൊരു ടേബിൾ ഉണ്ടാക്കുന്നു. ടേബിൾ ഉണ്ടാക്കുമ്പോഴും ആ ടേബിൾ എന്താണ്? ഇപ്പോഴും ആ തടിയായിട്ട് തന്നെ അല്ല ഇരിക്കുന്നത്. പൂർണ്ണമായിട്ടൊരു രൂപമാറ്റം അവിടെ വരുന്നില്ലല്ലോ. അപ്പൊ അവിടെയും നമുക്ക് എന്ത് തന്നെ ഉപയോഗിക്കാം? ഓഫ് തന്നെ ഉപയോഗിക്കാം. പൂർണ്ണമായ രൂപമാറ്റം വന്നാൽ മെയ്ഡ് ഫ്രം, പൂർണ്ണമായ രൂപമാറ്റം വന്നിട്ടില്ല എങ്കിൽ എന്താണ്? മെയ്ഡ് ഓഫ് ആണ്.
ഇനി നോക്കേ, ഒരു വസ്തു ഒരു സ്ഥലത്ത് നിർമ്മിക്കുകയാണെങ്കിൽ, ഇത് ഞാൻ പഠിപ്പിച്ചില്ലെങ്കിലും നിങ്ങൾ എഴുതുന്നതാണ്. ഒരു വസ്തു ഒരു സ്ഥലത്ത് നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് ഉപയോഗിക്കാം? മെയ്ഡ് ഇൻ ഉപയോഗിക്കാം. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ പല പ്രോഡക്റ്റുകളിലും എഴുതി വെച്ചിട്ടുണ്ട് മെയ്ഡ് ഇൻ ചൈന, മെയ്ഡ് ഇൻ ജപ്പാൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടില്ലയോ? ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ നോക്കാം. The watch is made dash China. The watch is made dash China. The watch ഇത് ചൈന ഒന്നും അല്ലേ? The watch is made dash China. അപ്പോൾ അവിടെ എന്താണ്? ഈ വാച്ച് നിർമ്മിച്ചിരിക്കുന്നത് എവിടെയാണ്? ചൈനയിലാണ്. അപ്പോൾ ആ വസ്തു എവിടാ? ചൈന എന്ന സ്ഥലത്ത് നിർമ്മിച്ച പ്രോഡക്റ്റ് ആണ്. അങ്ങനെ ഒരു വസ്തു ഒരു സ്ഥലത്ത് നിർമ്മിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? മെയ്ഡ് ഇൻ എന്ന് ഉപയോഗിക്കാം. ഒരു വസ്തു ഒരു സ്ഥലത്ത് നിർമ്മിക്കുകയാണെങ്കിൽ മെയ്ഡ് ഇൻ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, ഒരു പുതിയ വസ്തു നിർമ്മിക്കുമ്പോൾ ആ വസ്തു നിർമ്മിക്കുവാൻ ഉപയോഗിച്ച പഴയ വസ്തുവിന് പൂർണ്ണമായും രൂപമാറ്റം വന്നാൽ മെയ്ഡിനോടൊപ്പം ഫ്രം ഉപയോഗിക്കാം. പൂർണ്ണമായും രൂപമാറ്റം വന്നിട്ടില്ല എങ്കിൽ മെയ്ഡിനോടൊപ്പം ഓഫ് ഉപയോഗിക്കാം. ഒരു വസ്തു ഒരു സ്ഥലത്ത് നിർമ്മിക്കുകയാണെങ്കിൽ മെയ്ഡ് ഇൻ ഉപയോഗിക്കാം. മെയ്ഡിനോടൊപ്പം ഇൻ ഉപയോഗിക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 10 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ സെക്കൻഡ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഐ പ്രിഫർ ടീ ഡാഷ് കോഫി. ഓപ്ഷൻ എ ദാൻ, ഓപ്ഷൻ ബി ടു, ഓപ്ഷൻ സി എബവ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. എന്താണ്? 90% കുട്ടികളും എഴുതുന്ന ക്വസ്റ്റ്യൻ ആണിത്. ഐ പ്രിഫർ ടീ ടു കോഫി. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ, അതായത് കുറേയൊക്കെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ പലയിടത്തും ഈ ഒരു ക്വസ്റ്റ്യൻ കയറി വരും. ഏത് മത്സര പരീക്ഷകൾക്കും ഇംഗ്ലീഷിൽ പ്രപ്പോസിഷൻ എന്ന ഒരു ഹെഡിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടോ എങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ എന്താണ് ഇവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു കാണും. ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചു കാണും. എല്ലാ പരീക്ഷകൾക്കും ഇതേ ക്വസ്റ്റ്യൻ ആവർത്തിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഐ പ്രിഫർ ടീ ടു കോഫി, ഐ പ്രിഫർ കോഫി ടു ടീ. എന്തുകൊണ്ട്? പ്രിഫർ വേർഡ്സ് ഫോളോയിങ് പ്രിപ്പോസിഷൻ ആണ്. നമ്മൾ ഈ പ്രിപ്പോസിഷൻ പഠിക്കുമ്പോൾ വലിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ ടു ഇന്ന കാര്യങ്ങൾ വരുമ്പോൾ ടു ഉപയോഗിക്കുന്നു, അറ്റ് ഉപയോഗിക്കുന്നു, ഓൺ ഉപയോഗിക്കുന്നു. ചെറിയ സ്ഥലങ്ങളുടെ മുമ്പിൽ അറ്റ് ഉപയോഗിക്കുന്നു, വലിയ സ്ഥലമാണെങ്കിൽ ഇന്ന് ഉപയോഗിക്കുന്നു. മന്തിനും ഇയറിനും മുൻപിൽ എന്താ ഇന്ന് ഉപയോഗിക്കുന്നു, ഡേക്കും ഡേറ്റിനും മുൻപിൽ ഓൺ ഉപയോഗിക്കുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ എന്താണ് പറഞ്ഞ് പഠിക്കാറുണ്ട്. അതേപോലെ തന്നെ കുറെ വേർഡുകളെ തുടർന്ന് ഇന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കണം, അങ്ങനെ നമ്മൾ കാണാതെ പഠിച്ചു വെക്കാറുണ്ട്. അപ്പം പ്രിഫർ എന്ന ആ ഒരു വേർഡിന് ശേഷം ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ ഏതാണ്? ടു ആണ്. പ്രിഫർ ടു, പ്രിഫർ ടു, റെഫർ ടു, സിമിലർ ടു, ഡ്യൂ ടു, occur to, amiable to, loyal to, faithful to, indifferent to, harmful to. ഇങ്ങനെ കുറേ കാര്യങ്ങൾ എന്താണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്, കാണാതെ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ പ്രിഫർ എന്ന വേർഡിനെ തുടർന്ന് ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ ടു ആണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്തെഴുതി? ടു എഴുതി. സെയിം ക്വസ്റ്റ്യൻ തന്നെ തിരിച്ചു മറിച്ചും ഒക്കെ വരാറുണ്ട്. ഐ പ്രിഫർ ടീ ടു കോഫി, ഐ പ്രിഫർ കോഫി ടു ടീ. അപ്പൊ ഇവിടെ എന്താ പ്രിഫർ വന്നതുകൊണ്ട് നമ്മൾ എന്ത് ഉപയോഗിച്ചു? ടു ഉപയോഗിച്ചു. നോക്കാം, ഈ പറയുന്ന വാക്കുകളെ എല്ലാം തുടർന്ന് നിങ്ങൾ എന്തുപയോഗിക്കുക? ടു ഉപയോഗിക്കുക. ഇവയിൽ എന്ത് വന്നാലും ഈ ഒരു വേർഡ് വന്നു, അതിനുശേഷം ഒരു ഡാഷ് വന്നാൽ, തൊട്ടപ്പുറത്തലിച്ച് അപ്പുറത്തോട്ടായാലും കുഴപ്പമില്ല, അതിനുശേഷം ഒരു ഡാഷ് വന്നാൽ അവിടെ ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ എന്താണ്? ടു ആണ്. നമുക്ക് നോക്കാം. സുപ്പീരിയർ ടു, ഇൻഫീരിയർ ടു, സുപ്പീരിയർ ടു, ഇൻഫീരിയർ ടു. ഏകദേശം ഒന്ന് പറഞ്ഞ് പഠിക്കുക, കാണാതെ പഠിക്കുകയേ വേണ്ട. റിപ്പീറ്റ് ചെയ്ത് റീഡ് ചെയ്യുക. റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ എന്താ ഇത് പറയുക. നമ്മൾ ഓരോരോ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും മറ്റു പല ഹെഡിനകത്തുള്ള വേർഡ്സ് ഫോളോയിങ് പ്രിപ്പോസിഷനും അവിടെ പറയും. അപ്പോൾ അതെല്ലാം നിങ്ങൾ ഒരുമിച്ചൊരു പേപ്പറിലൊക്കെ എഴുതി വെച്ചിട്ട് വായിക്കുക. ഡെയിലി വായിക്കുക. റെക്കോർഡ്, നിങ്ങളുടെ സൗണ്ടിൽ റെക്കോർഡ് ചെയ്ത് യാത്ര ചെയ്യുമ്പോഴും അല്ലെ ജോലി ചെയ്യുമ്പോഴും ഒക്കെ എന്താണ് കേട്ട് ക്ലിയർ ആക്കി എടുക്കുക. കാണാതെ പഠിച്ചാൽ നമുക്ക് ടൈം വേസ്റ്റ് ആണ്. കേട്ട് നിങ്ങളുടെ മൈൻഡിലോട്ട് ഇതെത്തും. ഇങ്ങനൊരു വാക്ക് വരുമ്പോൾ നിങ്ങൾ അറിയാതെ എന്താണ് അതിനോടൊപ്പം ടു അല്ലെങ്കിൽ ഏതാണോ അത് പറഞ്ഞു പോകും. അപ്പൊ നോക്കാം. സുപ്പീരിയർ ടു, ഇൻഫീരിയർ ടു. അടുത്തത് സീനിയർ ടു, ജൂനിയർ ടു. സീനിയർ ടു, ജൂനിയർ ടു. സുപ്പീരിയർ ടു, ഇൻഫീരിയർ ടു, സീനിയർ ടു, ജൂനിയർ ടു. പ്രിഫർ ടു, റെഫർ ടു. പ്രിഫർ ടു, റെഫർ ടു. Prefer to, refer to. Similar to, subject to, object to.
സിമിലർ ടു, സബ്ജക്റ്റ് ടു, ഒബ്ജക്റ്റ് ടു. ആദ്യം തൊട്ട് superior to, inferior to, senior to, junior to, prefer to, refer to, similar to, subject to, object to. Next, due to, true to, due to, true to, due to, true to, addicted to, amiable to, addicted to, amiable to, due to, true to, addicted to, amiable to, loyal to, faithful to, loyal to, faithful to, due to, true to, addicted to, amiable to, loyal to, faithful to, royal to, indifferent to, harmful to, royal to, indifferent to, harmful to, royal to, indifferent to, harmful to, due to, true to, addicted to, amiable to, loyal to, faithful to, royal to, indifferent to, harmful to. Next, explain to, lead to, explain to, lead to, occur to, access to, occur to, access to, explain to, lead to, occur to, access to, attend to, devoted to, attend to, devoted to, limit to, submission to, limit to, submission to, superior to, inferior to, senior to, junior to, prefer to, refer to, similar to, subject to, object to, due to, true to, addicted to, amiable to, loyal to, faithful to, royal to, indifferent to, harmful to, explain to, lead to, occur to, assess to, attend to, devoted to, limit to, submission to. ഇവയിൽ എന്ത് വന്നാലും അതിനുശേഷം നിങ്ങൾ എന്ത് എഴുതുക? ടു എന്ന പ്രിപ്പോസിഷൻ എഴുതുക. അപ്പോൾ നമ്മൾ പാർട്ട് 1 കംപ്ലീറ്റ് ചെയ്തു, പാർട്ട് 2 കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ എന്താണ് അധികം വൈകാതെ തന്നെ പാർട്ട് 3യുമായിട്ട് നമ്മൾ കാണും. ഓക്കെ, താങ്ക് യു.